നട്ടല് നിവർത്തിയിരിക്കുക. ചിന്മുദ്രയിൽ കൈവയ്ക്കുക. മടിയിൽ എവിടെ ഇരിക്കുന്ന സുഖാസനത്തിൽ ഇരുന്നോളാം. നട്ടല് നിവർത്തിയിരിക്കുക. ഭ്രൂമധ്യത്തിൽ കണ്ണുകൾ അടയ്ക്കുക. ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മറ്റ് ചിന്തകളൊക്കെ ഉപേക്ഷിക്കുക. 5 പ്രാവശ്യം ശ്വാസം സാധാരണ പോലെ എടുത്തു വിടുക. ഒരു ഫോഴ്സും വേണ്ട, സാധാരണ പോലെ. ബോഡി കംപ്ലീറ്റ് റിലാക്സ് ആയിട്ട് വെക്കുക. മുഖത്തെ മസിൽസ് ഒന്നും ടൈറ്റ് ആക്കണ്ട. നെറ്റിയൊന്നും ചുളിഞ്ഞു പിടിക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് വിടുക. ബോഡി ആസ് ഇറ്റ് ഈസ്. 5 പ്രാവശ്യം മനസ്സിൽ എണ്ണിക്കൊണ്ട് ശ്വാസം എടുക്കുക, വിടുക. സാവകാശം പുറത്തേക്ക് വിടുക. ഒരു ഫോഴ്സും എടുക്കണ്ട. സാധാരണ പോലെ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. കൈകൾ തൊഴുതു പിടിക്കുക. പെരുവിരൽ രണ്ടും തൊണ്ടക്കുഴിയിൽ മുട്ടാൻ ഭാഗത്തിന് തൊഴുതു പിടിക്കുക. ഇനി പഞ്ചപ്രണവം 3 എണ്ണം ഹൈ പിച്ചിലും 2 എണ്ണം ലോ പിച്ചിലും. ഓം ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി കൈകൾ രണ്ടും പുറകോട്ടിട്ട തല കുമ്പിട്ട് ഗുരുപ്രണാമം. ഓം കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവക വൃക്ഷാമിത്തം ധർമ്മസുമൂഢചേതക ഹേ ശ്രേയസ്യാ നിശ്ചിതം രോഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശാന്തി ശാന്തി ശാന്തി. ഈ ശ്വാസം എടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ രണ്ടും 3 പ്രാവശ്യം കൂട്ടിത്തിരുമുക. കൈ ഹീറ്റാവണം. 3 പ്രാവശ്യം. ഓരോ പ്രാവശ്യവും ചൂടായി കഴിഞ്ഞാൽ ആ കൈ മുഖത്ത് കമഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണുകൾക്ക് ആ ചൂട് പകർന്ന് കണ്ണുകൾ നേരിട്ട് തൊടരുത്. 3-ാമത്തെ പ്രാവശ്യം മുഖത്ത് കമഴ്ത്തി വെച്ചതിന് ശേഷം നെറുകയിൽ വയ്ക്കുക 2 കൈയും. പിന്നെ പതുക്കെ പതുക്കെ മുഖവും ശരീരവും തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ തിരിച്ചു വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി റിലാക്സ് ആയിട്ടിരിക്കുക സാധാരണ പോലെ. 10 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, സഖയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം മേഷവോ സൃഷ്ട കാമത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ സൃഷ്ടികർത്താവ് യജ്ഞഭാവന സഹിതമായിക്കൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ പറഞ്ഞു. എന്നും ഈ യജ്ഞഭാവന നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. അതായത്
ഏത് കർമ്മം ചെയ്യുമ്പോഴും അർപ്പണബോധവും ത്യാഗമനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഏത് കർമ്മം ചെയ്യുമ്പോൾ, ഭൗതികമായാലും അത് ആത്മീയമായാലും, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ അർപ്പണബോധമുണ്ടായിരിക്കണം. അതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ത്യാഗമനോഭാവം ഉണ്ടാകണം. മറ്റുള്ളതെല്ലാം ത്യജിച്ചിട്ട് അർപ്പണബോധത്തോടെ ചെയ്യണം. നമ്മൾ എന്തെങ്കിലും, ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിൽ ബാക്കി ചിന്ത കൊണ്ട് പോലും ബാക്കിയുള്ള ഒരു കർമ്മങ്ങളും ഒരു വിഷയങ്ങളും എൻ്റെ മനസ്സിൽ കയറാൻ പാടില്ല. അതിനെയൊക്കെ ത്യജിക്കണം എന്നർത്ഥം. അതാണ് ത്യാഗമനോഭാവം. ഒന്ന് ചെയ്യുമ്പം കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നൊക്കെ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. ഒരു കർമ്മം ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട്. 100% അത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലേച്ഛ പാടില്ല. ഫലേച്ഛ വച്ചുകൊണ്ട് ചെയ്താൽ അത് ഡെഡിക്കേഷൻ അല്ല. അമ്പലത്തിലെ നേദ്യമോ പൂജയോ ചെയ്യുമ്പോൾ നേദ്യം വെച്ച് നേദിക്കുകയോ ഇല്ലെങ്കിൽ പൂജ ചെയ്യുകയോ ചെയ്യുമ്പം എനിക്ക് ഇന്നത് കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ അത് ഡെഡിക്കേഷൻ അല്ല. ഫലേച്ഛ ഇല്ലാതെ ലാഭവും നഷ്ടവും നോക്കാതെ ചെയ്യണം എന്നർത്ഥം. അതാണ് ഡെഡിക്കേഷൻ. അതാണ് അർപ്പണബോധവും ത്യാഗമനസ്ഥിതിയും വേണമെന്ന് പറയുന്നത്. അപ്പോ നമ്മളെ ഈശ്വരൻ സൃഷ്ടിക്കുമ്പം യജ്ഞഭാവന സഹിതമായിക്കൊണ്ടാണ് സൃഷ്ടിച്ചേക്കണം. സഹയജ്ഞ ഭാവന സഹിതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കണേ. പ്രപഞ്ചത്തിലെ സൃഷ്ടി സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങൾക്കും വൃക്ഷലതാദികൾക്കും സസ്യലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും മനുഷ്യനും ദേവന്മാർക്കും ഒക്കെ ഈ സഹയജ്ഞ ഭാവന ഭഗവാൻ നിജപ്പെടുത്തി കുറച്ച് ചേർത്താ വെച്ചേക്കണം. ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല. ഒരു കള്ളനാണെങ്കിലും കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന മനോഭാവം ഉണ്ടല്ലോ, ഇതാണ് സഹയജ്ഞ ഭാവന. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് ശരിക്കും അറിയുക. ഇത് അറിയാതെ നടക്കുന്നുണ്ട്. ഒരു മരത്തിൽ നിന്ന് നിശ്വസിക്കുന്ന വായു നമുക്ക് ശ്വാസവായുവാ. നമ്മൾ നിശ്വസിക്കുന്ന വായു മരത്തിന് ശ്വാസവായുവാ. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഒരു കുട്ടി ജനിച്ചാൽ ഒരു മരം വച്ച് പിടിപ്പിച്ചോളണം. ഇനി അടുത്ത ശ്ലോകം കുറച്ചുകൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് ഭഗവാൻ എങ്ങനെയാണ് യജ്ഞഭാവന നിലനിർത്തുക. ആ യജ്ഞഭാവന അതേ ഏത് ഭാവന, സഖയജ്ഞ ഭാവനയോടെയാണ് ഭഗവാൻ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം നമ്മളെ സൃഷ്ടിച്ച് കാമധേനുവിനെ പോലെ ആവശ്യമുള്ളതൊക്കെ തന്ന് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതേ സഹയജ്ഞ ഭാവനയോടെ നിങ്ങൾ അഭിവൃദ്ധിപ്പെടാനാ പറഞ്ഞത്. ആ യജ്ഞഭാവന നിലനിർത്താം. ആ യജ്ഞഭാവന എന്താന്ന് ഇവിടെ വ്യക്തമാക്കണം. അർപ്പണബോധവും ത്യാഗമനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന. അവിടെ കർത്തൃത്വ അഭിമാനം ഉണ്ടാകാൻ പാടില്ല. ഞാനെന്ന ഭാവം വരാൻ പാടില്ല. അഹങ്കാരം, മലം, ബലം, തർപ്പം എന്നൊക്കെ പറയുന്ന ഈ വികാരവിചാരങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ശരീരം പോലും കാത്ത് സംരക്ഷിക്കണമെങ്കിൽ യജ്ഞഭാവന ഉണ്ടെങ്കിലേ നടക്കൂ. ഇല്ലെങ്കിൽ ശരീരം പോലും രക്ഷിക്കാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവിക മനുഷ്യൻ, ഞാൻ പറഞ്ഞില്ല 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് അതിൻ്റെ പരിണാമമാണ്. എപ്പോഴാണോ ദൈവിക സമ്പത്തും നേച്ചറും കൾച്ചറും 50-50% ഒരു ആത്മാവിന് സ്വായത്തമാകുന്നത്, ആ ആത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. അപ്പം നമ്മൾ മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴാണ് ഈ വക ചിന്തകൾ, ഈ സഹയജ്ഞ ഭാവന എന്താന്നൊക്കെ ഗുണവും ദോഷവും ഒക്കെ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യ ജന്മത്തിലേക്ക് എത്തുന്നവരെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. ബാക്കി സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളും പക്ഷി മൃഗാദികളും നമ്മൾ ഈ 84 ലക്ഷം കടന്നിട്ടാണ് മനുഷ്യ ജന്മത്തിലേക്ക് എന്നത്. അത് ഓട്ടോമാറ്റിക് ക്വാളിഫൈഡ് ആകുക. പ്രകൃത്യാ തന്നെ സർവപ്രകൃതി ജൈ ഗുണൈ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിശേഷ ബുദ്ധി യൂട്ടിലൈസേഷനിലാണ് നമുക്ക് ഇവിടെ പിഴയ്ക്കണത്. അതാണ് ഭാവന മാറും. സ്വാർത്ഥ താല്പര്യം കലർന്നാൽ പിന്നെ ഉദ്ദേശ ലക്ഷ്യം പോകും. ആസുരി സമ്പത്തും ഉണ്ട് 50%, ദൈവിക സമ്പത്തും ഉണ്ട് 50%. നമ്മൾ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവിക സമ്പത്തിനെ ഈ സഹയജ്ഞ ഭാവന, ഞാൻ പറഞ്ഞിട്ടില്ല, ഈശ്വരന്റെ ശക്തി നമുക്ക് ഓട്ടോമാറ്റിക് യൂട്ടിലൈസ് ചെയ്യാം. ഒരു നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഈശ്വരന്റെ ശക്തി ഉപയോഗിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. അത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജീവൻ തന്നെ ഈശ്വരനാണല്ലോ. അപ്പൊ അതിനെ ദുർവിനിയോഗം ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ ആസുരി, അതായത് ഈ ആസുരി സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ ആസുരി സമ്പത്താണ്.
നമ്മുടെ ശരീരം അടക്കം നശിക്കുന്നതാണ്. അത് പ്രേസാണ്. കുറച്ചു കാലത്തേക്ക് പ്രത്യക്ഷമാകും, കുറച്ച് കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. അപ്പൊ നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുന്നുണ്ട്. ഒരു കൂട്ടർ ആശ്രയിക്കുന്നത് തന്നെ ഇല്ല. അസുരിഭാവമുള്ള മൂഢത്വം കൊണ്ട് അറിയാൻ മേലാത്തവർ എന്നെ പരിഗണിക്കില്ല, അവഗണിക്കുന്നവരായിരിക്കും, നിരീശ്വരവാദിയോ യുക്തിവാദിയോ ഒക്കെ ആകാം. അവരെ പരിഗണിച്ചത് തന്നെ ഇല്ല. ഭഗവാൻ ഇനിയും 7-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ആരൊക്കെ എന്നെ ഭജിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഭജിക്കുക എന്ന് പറയുന്ന ഭാവത്തിലേക്ക് എത്തിയാൽ തന്നെ നമ്മൾ ഭജിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ, അതായത് ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ, അഭിവൃദ്ധിപ്പെടുത്താനോ അതിൽ സുഖം കണ്ടെത്താനോ ആ വിഷയങ്ങൾ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുക. എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ? ദേവാൻ ഭാവയതാനേനതേ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം. അതവിടെ ആ പ്ലേറ്റിൽ വെച്ചാ പൈസ ഇവിടെ നമസ്കരിച്ചു. ഇപ്പോ ഈ ഇവിടെയാണ് ശരിക്കും ആ സഖേജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പൃഷവിഷത്വം വേഷപോസിട്ട കാമത് എന്ന് ഭഗവാൻ പറഞ്ഞതിനെ ഒന്നോടെ വ്യക്തമാക്കി തരികയാണ്. സഖയജ്ഞ ഭാവന സഹിതമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേ ഭാവന നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുമെന്നാ പറഞ്ഞേക്കണേ. അപ്പം ഈ സുഖവും ദുഃഖമൊന്നും ഈശ്വരനെ സൃഷ്ടിക്കുന്നേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡെഡിക്കേറ്റഡ് ഈശ്വര ഭക്തി കൊണ്ട് നടന്നിട്ടും ആർക്കും സമാധാനം കിട്ടാതെ ഓടി നടക്കുന്നതിൻ്റെ കാര്യം എന്താ? നമ്മൾ ഈ ആസുരി സമ്പത്തിനെ പോഷിപ്പിക്കാൻ, അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ടോ അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് നശിച്ചു പോകുന്നത് അതിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത്. നിങ്ങൾ ഈശ്വരനെ ഭജിച്ചിട്ട് ഇഷ്ടഭോഗം പ്രാർത്ഥിച്ച് മേടിച്ചാലും അതേ കാരണം കൊണ്ട് നിങ്ങൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. അതാണ് പ്രേയസിന്റെ പ്രത്യേകത. പക്ഷെ എത്രയായാലും നമ്മൾ അതേ ചെയ്യൂ. സാധാരണ ഭക്തരൊക്കെ 99%ഉം ഈ ആസുരി സമ്പത്തിലെ, അതായത് വിഷയ ഇന്ദ്രിയ ഭോഗസുഖങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടിയാൽ സന്തോഷം, സുഖം. ഇഷ്ടമില്ലാത്തത് സംഭവിച്ചാലോ ദുഃഖം. ഇത് നമ്മുടെ അനുഭവമാണ്, അല്ലാതെ ഈശ്വരന്റെ സൃഷ്ടിയല്ല. അതെന്തുകൊണ്ടാണ്? ഈ ദോഷം വരുമ്പോഴാണ് നമുക്ക് ദുഃഖ കാരണം ഉണ്ടാക്കുന്നത്. ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി തന്നിട്ടും ഭഗവാൻ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അനുസരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ സുഖദുഃഖങ്ങളുടെ അനുഭവം നമുക്കുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അർപ്പണബോധവും ത്യാഗ മനസ്ഥിതിയോടുകൂടി ദൈവീയ സമ്പത്തിനെ ആശ്രയിച്ചു കൊണ്ട് വേണം ആസുരി സമ്പത്തിനെ നിലനിർത്താൻ പോലും. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ദൈവീയ സമ്പത്തിനെയാണ് നമ്മൾ 50% എന്നുള്ളത് ആദ്യം അതിൽ സ്റ്റേബിലിറ്റി കൊണ്ടുവരണം. പിന്നെ അതിനെ പോഷിപ്പിക്കണം, അതിനെ വർദ്ധിപ്പിക്കണം. അവിടാണ് ദൈവാധീനം കൂട്ടുക എന്ന് പറയും. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നു, ദേവാൻ ഭാവ യഥാനേന തേ ദേവാ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാന്ന് പറയും. അപ്പൊ ദൈവീയ സമ്പത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിനുള്ള അനുഷ്ഠാനങ്ങൾ, നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. അത് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ശരീരത്തെ പോലും സംരക്ഷിക്കാൻ സാധിക്കൂ. നിയതം കുരു കർമ്മത്വം കർമ്മജായൂഹ്യ കർമ്മണ ശരീരയാത്രാപിച്ചതേ നാ പ്രസിദ്ധീയത കർമ്മണ. അപ്പൊ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ മാത്രം അത് കൃത്യമായിട്ട് ചെയ്താലേ ശരീരത്തെ പോലെ സംരക്ഷിക്കാൻ സാധിക്കൂ. ശരീരമില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ ശരീരമാദ്യം കലു ധർമ്മസാധനം. നമുക്ക് കർമ്മശുദ്ധി വരുത്തണമെങ്കിൽ കർമ്മം കൊണ്ടേ സാധിക്കൂ. കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മേന്ദ്രിയങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശരീരം വേണം. ആ ശരീരത്തെ സംരക്ഷിക്കാൻ ഏത് ഭാവത്തിൽ അതിനെ സംരക്ഷിക്കണം? ദേവാൻ ഭാവ യഥാനേനതേ ദേവഭാവയന്തുവാക. അപ്പൊ ശരീരത്തിൽ പോലും ഇന്ദ്രിയ ശക്തികളോ ശരീരത്തിൽ എന്തൊക്കെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതിനൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. നമ്മൾ ദേവതകൾ ഭഗവാൻ എന്ന് കണക്കാക്കുന്നത് എവിടെയെങ്കിലും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ദേവനെ മാത്രം ആ ദേവനായിട്ട് കണക്കാക്കൂ. 33 കോടി ദേവതാ സങ്കല്പത്തിൽ 33 കോടി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് പോഷിപ്പിക്കാൻ നടക്കുക. അതിൽ നമ്മൾ പോഷിപ്പിക്കപ്പെടുന്നുണ്ടോ? നമ്മളിലുള്ള ദൈവിക ശക്തി പോഷിപ്പിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ ഓരോ ഇന്ദ്രിയ ശക്തികളും അണു 72,000 പ്രധാനപ്പെട്ട നാഡികൾ, 72,72,72,201 നാഡികളുണ്ട് നമ്മുടെ.
ശരീരത്ത് ഓരോ രോമകൂമങ്ങളും നാഡികളാണ് പ്രവർത്തിക്കുന്നത്. അതിനൊക്കെ അധിഷ്ഠാന ദേവതയുണ്ട്. ഒരു നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ഷേത്രത്തെ പോലും പോഷിപ്പിച്ച് നിലനിർത്തണമെങ്കിൽ അതിൻ്റെ സംരക്ഷകരെ അവരവരുടെ ശരീരത്തിലുള്ള ഈശ്വരശക്തിയെ പോഷിപ്പിക്കണം. അതില്ലാതെ ക്ഷേത്രത്തെ യഥാവധി പരിപാലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ക്ഷേത്രം നശിക്കുന്നത്. ക്ഷേത്രം എന്തുകൊണ്ടാണ് നിലനിർത്താൻ സാധിക്കാത്തത്? ശതം ത്രായതി ഇതി ക്ഷേത്രക. നമ്മുടെ ശരീരവും ക്ഷേത്രമാണ്. പരശുരാമൻ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയതും ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന പോലും ശരീരസങ്കല്പത്തിലാണ്. എന്തിനാ അത്? ശതം ത്രായതി ഇതി ക്ഷേത്രക. അപ്പൊ നമ്മുടെ ശരീരം ധർമ്മക്ഷേത്രമാണ്. ശരീരം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പൊ ഈ ക്ഷേത്രത്തിന് ക്ഷതം കൂടാതെ, ശരീരത്തിന് ക്ഷതം കൂടാതെ കാത്തു സംരക്ഷിക്കണമെങ്കിൽ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ഈശ്വരശക്തിയെ പോഷിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇതേ ശരീരങ്ങളെ ശ്രമിച്ചിട്ടല്ലേ ക്ഷേത്രം ഉണ്ടാക്കിയത്. അപ്പൊ ആ ക്ഷേത്രത്തിന് ക്ഷതം കൂടാതിരിക്കണമെങ്കിൽ അതിൽ നിത്യനിദാന കർമ്മങ്ങൾ അവിടുത്തെ ഈശ്വരീയ ശക്തികളെ പോഷിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെ ആയാൽ ഇൻഡിവിജ്വലി ചെയ്താൽ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടഭോഗങ്ങളായിട്ട് കിട്ടും. അതാണ് പറയുന്നത്. ഈശ്വരീയ പ്രപഞ്ചത്തിന്റെ അതേ കോപ്പിയാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തിനെ പ്രപഞ്ചിക പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ 50% നമ്മുടെ കയ്യിലുണ്ട്, 50% പ്രകൃതിയിലുണ്ട്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അതിനെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും, അഹംബോധം, ജ്ഞാനെന്ന ബോധം, അത് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ പോഷിപ്പിക്കാനുള്ള അധികാരം ഉണ്ട്. അതാണ് കർമ്മണ്യേ മാ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർപ്പം അതേ സങ്കോസ്ത കർമ്മണി. ഒരു കാരണവശാലും ഈ കർമ്മം ചെയ്യാതിരിക്കരുത്. ശരീരത്തിന് ക്ഷതം വരാതെ കാത്തു സംരക്ഷിക്കലിൽ പ്രകൃത്യാ സൃഷ്ടിച്ചിരിക്കുന്ന ശരീരം പ്രകൃതി ശക്തികളെ കൊണ്ട് മാത്രമേ യഥാവിധി സംരക്ഷിക്കാൻ സാധിക്കൂ. 50% നമ്മുടെ കയ്യിലുണ്ട്, 50% നമുക്ക് ചുറ്റുമുണ്ട്. അത് യഥാവിധി സംരക്ഷിച്ചാൽ അതിനെ ദേവാൻ ഭാവ യഥാനേനതേ ദേവ. ഏത് സഹയജ്ഞ ഭാവനയോടാണോ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്, അതേ ഭാവനാസഹിതമായിക്കൊണ്ട് ആ ദൈവീയ ശക്തിയെ, ആകാശം ദേവതയാണ്, അതിൻ്റെ ശബ്ദ സ്ഥൂലരൂപമാണ് ഭഗവാന്റെ. അതുപോലെ വായു ദേവനാണ്, അതിൽ സ്ഥൂലരൂപമാണ് അതിൻ്റെ സ്പർശന ശക്തി. ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ പഞ്ചശക്തികൾ നമ്മുടെ ശരീരത്തുണ്ട്, ഭൂമിയിലുണ്ട്. അതിനെ പോഷിപ്പിച്ച് നിലനിർത്തു. അതൊക്കെ ദേവസങ്കല്പത്തിൽ കണ്ടുകൊണ്ട് സഹയജ്ഞ ഭാവനയോടുകൂടി അതിനെയൊക്കെ പോഷിപ്പിച്ച് നിലനിർത്തിയാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന കാര്യമൊക്കെ നടക്കും. ഇഷ്ടം ഭോഗാൻ യോ ദേവാ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന പറയുന്നത്. ഇനി ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലോ അത് എൻ്റെ എന്ന് മറിച്ച് എടുത്തു വെച്ചാൽ വകുപ്പ് മാറും. അത് പരസ്പരം ഭാവയന്തക. അതാ ഞാൻ പറഞ്ഞ, ഒരു കുട്ടി ജനിച്ചാൽ ഒരു മരം വച്ച് പിടിപ്പിക്കണം. കാരണം എന്തിനാ? ആ കുട്ടി നിശ്വസിക്കുന്ന വായു ആ മരത്തിന് ശ്വാസമായിട്ട് മാറണം. അത് നിശ്വസിക്കുന്ന വായു നമുക്ക് ശ്വാസമായിട്ട് മാറണം. അതങ്ങനെയാണല്ലോ നിലനിർത്തിയിരിക്കുന്നത്. അതാണ് സഹയജ്ഞ ഭാവന. ഇപ്പൊ നമ്മൾ വൃക്ഷലതാദികളോ വളർത്ത് മൃഗങ്ങളോ ആയിക്കോട്ടെ, അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുക. ആ മൃഗങ്ങളൊന്നും പറയാറില്ല എടുത്ത് ഉപയോഗിക്കരുതെന്ന്, അല്ലേ? അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന വിശേഷബുദ്ധിയുള്ള മനുഷ്യനാ. ജീവജാലങ്ങളൊന്നും പറയില്ല. അതിന്റെ നേച്ചർ അതാ. എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കാനുള്ള സ്വഭാവമുള്ള ആർക്കാ? മനുഷ്യനാ. ഇത് മുഴുവൻ വികലമാക്കിയത്, ഈശ്വരന്റെ സൃഷ്ടിയെ വികലമാക്കിയതും വികൃതമാക്കിയതും മനുഷ്യനാണ്. ഒരു ക്ഷേത്രം പോലും ഉണ്ടാക്കിയിട്ട് അതിന്റെ പൊടി തട്ടി കൊണ്ടുനടക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അത് നശിച്ചു പോകുന്നത്. പണ്ടുള്ളവരെ നമ്മൾ പഴയ ക്ഷേത്രങ്ങളൊക്കെ പോയിണ്ട ഒരു കല്ലെടുത്ത് വെച്ചിരുന്ന മനുഷ്യന് കൈകളായിരുന്നു. ഇന്ന് ആ കല്ലെടുത്ത് മാറ്റി വെക്കണമെങ്കിൽ JCB വേണമെന്നായി. എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അതുകൊണ്ട് ഏത് ഭാവനയിലാണോ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് അതേ ഭാവന കൊണ്ടേ നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കൂ. കൃത്രിമത്വം കൊണ്ട് ഒന്നും നടക്കില്ല. അഥവാ എന്തെങ്കിലും കൃത്രിമം കൊണ്ട് തൽക്കാലം സുഖമൊക്കെ തോന്നിയാലും
അത് നിങ്ങളെ ദുഃഖിപ്പിക്കും. അത് ഞാൻ പറഞ്ഞ ഇഷ്ടഭോഗങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് അഭിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമാണെങ്കിൽ, അതും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ ഇച്ഛിച്ചത് ഭഗവാൻ സാധിപ്പിച്ചു തരും. എന്തിനാ അത് ചെയ്യണമെന്നും കൊണ്ട് ഗീതയിൽ പറയുന്നുണ്ട്. 7-ാം അധ്യായം ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഭക്തിയിൽ ദൃഢതയുണ്ടാകാൻ വേണ്ടിയിട്ട്. ചോദിക്കുന്ന കിട്ടിയാലല്ലേ നമുക്ക് ഭക്തിയിൽ ദൃഢതയുണ്ടാവുള്ളൂ. പക്ഷേ അതൊക്കെ പ്രേയസായിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഇഷ്ടഭാവം ചോദിച്ച് എന്ത് പ്രാർത്ഥിച്ച് മേടിച്ചാലും ഗുരുവായൂരപ്പൻ നൽകും. പക്ഷേ അതേ കാരണം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ദുഃഖിക്കും. നേരിട്ടറിയാം. സന്തതി ഇല്ലാത്തവർ സന്തതി ഉണ്ടാകണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് സന്തതി ഉണ്ടായി കഴിയുമ്പം, കുറച്ചു കാലം കഴിയുമ്പം, ഈ സന്തതിയെ കൊണ്ട് ഇത് ഉണ്ടാകാതിരിക്കുകയായിരുന്നു ഭേദമെന്ന് പറയണ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭാഗവതത്തെ ആത്മദേവനോട് ഉപദേശിക്കുന്നില്ലേ സന്യാസി, എന്തിനു പ്രാരാബ്ധത്തിന് പോണു? എന്നിട്ട് അതേ ആത്മദേവൻ തൻ്റെ സന്തതി കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അമ്മയും അച്ഛനും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് പ്രേയസിന് വേണ്ടിയിട്ടായിരിക്കരുത് ഈശ്വരനെ ഭജിക്കുന്നത്. പ്രേയസിന് വേണ്ടി ഭജിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് നഷ്ടപ്പെടും. അത് പ്രത്യേകിച്ചും ഭൗതിക വസ്തുക്കൾ പോലും എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വച്ചാൽ ഈശ്വരൻ്റെ മുമ്പിൽ നിങ്ങൾ കള്ളന്മാരാകും. അത് ഞാൻ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എന്ത് കിട്ടിയാലും വേണ്ടില്ല, പരസ്പരം ഭാവയന്തക, പരസ്പരം പങ്കുവച്ച് അതിനെ പോഷിപ്പിക്കൂ. അതേ ശ്രേയസ്സിലേക്ക് എത്താൻ സാധിക്കൂ. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായത്, ഒരിക്കലും നശിക്കാത്ത ശ്രേയസ് നിലനിൽക്കണമെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. പ്രേയസും ശ്രേയസ്സും തമ്മിലുള്ള വ്യത്യാസം, പ്രേയസ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് പറയുന്നത് ആസുരി സമ്പത്ത്, നമ്മുടെ ശരീരം അടക്കം പ്രേയസാണ്. എന്തുണ്ടായിട്ട് നശിക്കുന്നോ ഇല്ലാതെയാകുന്നോ അതൊക്കെ പ്രേയസാണ്. അത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയാലും അത് നശിക്കുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും, അതുകൊണ്ടാണ് അർജുനൻ 1-ാം അധ്യായത്തിൽ തന്നെ ഭഗവാനോട് പറഞ്ഞത്, നാ കാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിച കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേ ജീവിതേന വാം. ഇങ്ങനെയുള്ള വാക്കുകളാണ് ഭഗവാനെ കൊണ്ട് ഗീത പറയിപ്പിക്കുന്നത്. അർജുനന്റെ ഇത്തരത്തിലുള്ള നിലപാടാണ്. എന്നിട്ടും ഭഗവാൻ ചോദിച്ചു, നിന്നെ പോലെ ഒരാൾക്ക്, നീ ജ്ഞാനിയെ പോലെ സംസാരിച്ചു, എന്നിട്ട് ഈ മൗഢ്യം എവിടെ നിന്ന് വന്നു? അവിടെയും ഭഗവാന്റെ മുമ്പിൽ സ്വഭാവം തുറന്നു. എന്താ പറഞ്ഞ? കാർപ്പണ്യദോഷോ പഗത സ്വഭാവക പൃച്ഛാമിത്തം ധർമ്മ സമ്മൂഢ ചെയ്ത ഹേ ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രവൻ. ഇതാണ് ഡെഡിക്കേറ്റഡ് ഭക്തി. നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ശരണം പ്രാപിക്കണം, ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിക്കണം. എനിക്കിപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടാകണമെങ്കിൽ, നല്ലതോ ചീത്തയായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ, എൻ്റെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളെ കൊണ്ട് എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്ന സ്വഭാവമാണ് പ്രശ്നം. ആ സ്വഭാവം കൊണ്ട് നമുക്ക് ഗുണദോഷങ്ങളെ, ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കൂ. അങ്ങനെ ശരണം പ്രാപിച്ചാലാണ് ഈ ഉപദേശം കിട്ടുള്ളൂ. അർജുനന്റെ ആ സ്വഭാവത്തെ പറ്റിയുള്ള ആ ഡെഡിക്കേഷനാണ് ശരിക്കും ഭഗവാനെ കൊണ്ട് കൃത്യമായിട്ട് ഗീതോപദേശത്തിന് പ്രേരിപ്പിക്കുന്നത്. എൻ്റെ സ്വഭാവം തന്നെ. അതുകൊണ്ട് നമ്മുടെ ഭഗവാൻ അർജുനാണ് ഉപദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഗീത കേൾക്കുന്നത് അവരവരുടെ സ്വഭാവത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. ഭഗവാൻ നമ്മളോട് പറയുന്ന പോലെ കേൾക്കണം. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണമെങ്കിൽ ഭഗവാനിൽ നിന്ന് കേൾക്കുന്ന ഗീതോപദേശം നമ്മൾ കേട്ടിട്ട് നമ്മളത് ശ്രേയോ മാർഗത്തിലാക്കണം. പ്രേയോ മാർഗത്തിന് വേണ്ടിയിട്ട് ഗീത കേൾക്കരുത്. കേട്ടാൽ പിന്നെയും നിങ്ങളെ ബന്ധനത്തിൽപ്പെടുത്തും. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്, അർജുനൻ ചോദിച്ചു എനിക്ക് ശ്രേയസ് എന്താണെന്ന് നിശ്ചയിച്ച് അത് മാത്രം പറഞ്ഞു തരാൻ പറയുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് ഇവിടെ ശ്രേയോ മാർഗം പറയുമ്പോൾ എന്താ പറയണേ? ദേവാൻ ഭാവേതാൻ ഏനതേ ദേവ ഭാവയന്തു വാഘ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം. അപ്പൊ ഈ പരസ്പര സഹവർത്തിത്വത്തിലൂടെ മാത്രമേ ശ്രേയസ് ഉണ്ടാക്കാൻ സാധിക്കൂ. അത് പ്രകൃതിയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും പ്രകൃതിയിൽ ജന്യമാണ്, പ്രകൃതിയിൽ നിന്നുണ്ടായതാണ്. അപ്പൊ നമ്മുടെ ഒക്കെ ശരീരത്തെ പോലും പ്രകൃതിജന്യമായിരിക്കുന്ന ശരീരത്തെ ശ്രേയസ്കരമായിട്ട് ഉപയോഗിക്കുന്നിടത്തോളം കാലം പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ
ആ പരസ്പരം പ്രകൃതിയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരത്തെ പോലും നിലനിർത്താൻ പറ്റൂ. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടായാലേ അങ്ങനെയുള്ള കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടൂ. അങ്ങനെയുള്ള കുടുംബങ്ങൾ സംജാതമായെങ്കിലേ സമൂഹം സംരക്ഷിക്കപ്പെടൂ. അപ്പോൾ അവരവർ ചെയ്യാനുള്ളത് അവരവർ ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ളത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കൂടി ചെയ്യേണ്ട കർമ്മമാണ് ഇവിടെ പരസ്പരം ഭാവയന്തക എന്ന് പറഞ്ഞു. അവിടെയാണ് സഹധർമ്മം, സഹയജ്ഞ ഭാവനയൊക്കെ ഉണ്ടാണെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാനുള്ളത് ഒരു കാരണവശാലും മറ്റൊരാളെ ഏൽപ്പിക്കരുത്. നിത്യ കർമ്മങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളെ ഏൽപ്പിക്കരുത്, അവരവർ തന്നെ ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്ഷനില്ല. 64 കളകളും ചിലപ്പോൾ 64 പേരിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നമ്മുടെ കണ്ണിൻ്റെ ശരീരം തന്നെ എടുത്തു. കണ്ണിൻ്റെ ധർമ്മം ചെവിക്ക് ചെയ്യാൻ സാധിക്കില്ലോ, ചെവിയുടെ ധർമ്മം മൂക്കിന് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അംഗപ്രത്യംഗങ്ങൾക്ക് പോലും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കർമ്മം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇനി സ്വയം ചെയ്യാൻ പറ്റാത്തതും മറ്റൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതും ആണ് പരസ്പരം ഭാവയന്തക. ഒരേ മനസ്സ് വേണം, ഒരേ ലക്ഷ്യം വേണം, കർമ്മേന്ദ്രിയങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കണം. അവിടെയാണ് ശ്രേയസ് ഉണ്ടാകൂ. ഏറ്റവും കൂടുതൽ ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ കൂടി ചെയ്യുന്ന കർമ്മത്തിലാണ്. കുടുംബം സംരക്ഷിക്കണം, സമൂഹം സംരക്ഷിക്കണം, ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഈ പരസ്പര സഹവർത്തിത്വത്തിലൂടെ മാത്രമേ സാധിക്കൂ. അത് 100% ഡെഡിക്കേഷൻ ആകണമെങ്കിൽ സഹയജ്ഞ ഭാവന എല്ലാവരിലും ഉണ്ടാകണം. അതെങ്ങനെയാ പറഞ്ഞാൽ അർപ്പണബോധം ഉണ്ടായിരിക്കണം, ത്യാഗമനസ്ഥിതി ഉണ്ടായിരിക്കണം. ഇത് പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളിലും നമുക്ക് ഒന്ന് മൈന്യൂട്ടായിട്ട് ചിന്തിച്ചാൽ കാണാൻ സാധിക്കും. ഈ സഹയജ്ഞ ഭാവന സഹിതമായിക്കൊണ്ടാണ് ഈശ്വരൻ സൃഷ്ടി തന്നെ നടത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ എവിടെയും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മൈന്യൂട്ടായിട്ട് നോക്കണം. അപ്പോഴാണ് ഈ സഹവർത്തിത്വ, ഈ സഹയജ്ഞ ഭാവന ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങൾക്കും വൃക്ഷലതാദികൾക്കും പക്ഷി മൃഗാദികൾക്കും മനുഷ്യനടക്കം ഒരാള് ജോലി ചെയ്ത് കൊണ്ടുവരുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അല്ലേ കഴിക്കുക? എത്ര സ്വാർത്ഥത ഉണ്ടെങ്കിലും ഒരു പാത്രത്തിലിട്ട് വേവിച്ച് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഈ സഹയജ്ഞ ഭാവന സഹിതമായിക്കൊണ്ട് നമ്മളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ അർപ്പണ ബോധവും ഉണ്ടായിരിക്കണം, അതിൽ ത്യാഗ മനസ്സേ ഉണ്ടാകും. അപ്പോഴാണ് ശ്രേയസിലേക്ക്. ഒരേ കർമ്മം ഒരു വിധത്തിൽ ചെയ്താൽ നന്മയിലേക്കും അതേ കർമ്മം മറ്റൊരു വിധത്തിൽ ചെയ്താൽ തിന്മയിലേക്ക് പോകും. അതുകൊണ്ട് വേദകാലഘട്ടം മുതൽ പ്രകൃതി ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചിരുന്നു. ആ സങ്കല്പത്തിലാണ് പ്രകൃതി ശക്തികളും ജീവരാശികളും യജ്ഞഭാവനാ സഹിതമായിക്കൊണ്ടാണ് അന്നും ഇന്നും എന്നും നിലനിൽക്കുക. അതിനുള്ള സന്നദ്ധതയും ത്യാഗമനസ്സയും വിശേഷബുദ്ധിയുള്ള മനുഷ്യനാണ് അതിനെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടത്. ആ മനോഭാവം പുലർത്തി പരസ്പരം പോഷിപ്പിക്കപ്പെടുന്ന പക്ഷം പരമമായ ശ്രേയസ് എല്ലാവർക്കും കൈവരുന്നവർ. ആരാണോ ഈ സഹധർമ്മം ഒന്നിച്ച് ചെയ്യുന്നത്, ആരൊക്കെ അതിൽ പങ്കാളിയാകുന്നോ അവർക്കെല്ലാം അത് അനുഭവിക്കാൻ സാധിക്കും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രേഷ്ഠമായത്, ഒരിക്കലും ഉണ്ടായിട്ട് നശിക്കാതെ 3 തലമുറയെങ്കിലും നിലനിർത്താൻ പറ്റുന്നതാണ് ശ്രേയസ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും വലിയ ശ്രേയസ് ഈ ജ്ഞാനമാണ്. ഇന്ന് എത്ര ജന്മം ഈ ആധ്യാത്മിക ജ്ഞാനം, ഈശ്വരീയ ജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ജന്മം എടുത്തു വന്നാലും ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾ ഏതെങ്കിലും ഭൗതിക തലത്തിൽ മറ്റ് വിഷയങ്ങൾ രമിച്ചു പോയിട്ട് അത് മറഞ്ഞു പോയാലും വേണ്ടില്ല, വീണ്ടും അതിന് പക്വത വന്നാൽ ഏത് ജന്മത്തിലും അത് പ്രകടമാകും. പൂർവാഭ്യസേന തേനൈവ ക്രിയദേഹ്യ എന്നൊക്കെ 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഭൗതിക വസ്തുക്കൾ എപ്പോഴും വ്യതിചലിച്ച് പോകാം. എഴുതിപ്പോയിട്ട് വേറെ ആരെങ്കിലും പറയണ കേട്ടിട്ടോ മറ്റേതെങ്കിലും വിഷയത്തിൽ രമിച്ചാലും വേണ്ടില്ല, അത് പിന്നീട് എപ്പോഴാണോ നമ്മുടെ കർമ്മബന്ധനങ്ങൾ തീരുന്നത് അപ്പോൾ ഇത് തന്നെ ക്ലിക്കാവും. ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിന് മാത്രമേ ഉള്ളൂ ഈ ഒരു ശ്രേഷ്ഠത. നമ്മൾ ഭൗതിക തലത്തിൽ എന്ത് സ്ഥാനമാനങ്ങൾ വഹിച്ചാലും ഒന്നാമത്തെ കാര്യം അടുത്ത ജന്മത്തിൽ വന്നാൽ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്നെ എങ്ങാനും ഓർമ്മ കിട്ടി ഞാൻ പൂർവ്വജന്മത്തിൽ ഡോക്ടറായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞാൽ എനിക്ക് ആ പോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടുന്ന പ്രശ്നമില്ല. പോയി പഠിച്ചെടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് വരാൻ പറയും. കടമ്പ എത്ര കിടക്കണം?
അതേസമയം ആധ്യാത്മിക ശാസ്ത്രത്തിൽ നിങ്ങൾ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാൻ 10 നാമം ജപിച്ചിട്ട് മരിച്ചാൽ അടുത്ത ജന്മത്തിൽ 11ാമത്തെ നാമം ജപിച്ചാൽ മതി. 10 നിങ്ങളുടെ ക്രെഡിറ്റിൽ തന്നെ കിടക്കും. ഇതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. എത്ര ജന്മം എടുത്ത് ഞാനിപ്പോൾ ഈ പറയുന്ന ഗീതയൊന്നും ഈ ജന്മത്തിൻ്റെ ഒരു അയലോക്കത്ത് പോലും പഠിച്ചതല്ല. 5 ജന്മം മുമ്പ് പഠിച്ചത്. അത് എന്തോ കാരണം കൊണ്ടൊക്കെ ഭൗതികതയിൽ രമിച്ചു, അതിൽ നിന്ന് വഴുതിപ്പോയി. പക്ഷേ അതിൽ ശുദ്ധി വന്നു കഴിഞ്ഞപ്പം ഇത് തന്നെ തെളിയാൻ തുടങ്ങി. ഇതാണ് ആധ്യാത്മിക, ഇതാണ് ഏറ്റവും വലിയ ശ്രേയസ്. നിങ്ങൾ എത്ര ജന്മം എടുത്താലും ഈ തരത്തിലുള്ള ജ്ഞാനം കിട്ടിയാൽ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പരമമായ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഗീത പറയുമ്പോഴും ഭഗവാൻ പറഞ്ഞത്, മഹാത്മ്യത്തിൽ പറഞ്ഞ ഗീതാമേ പരമാവിദ്യ ബ്രഹ്മരൂപന സംശയ. ഈ പറഞ്ഞ സഹയജ്ഞ ഭാവന സഹജമായിട്ട് സൃഷ്ടിയെപ്പറ്റിയും മഹാത്മ്യത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഗീത ആശ്രയോ അകം തിഷ്ഠാമി ഗീതാമേച്ച ഉത്തമം ഗ്രഹം ഗീതാജ്ഞാനം ഉപാസിത്യ 3 ലോകാൻ പാലയാമ്യഹം പറഞ്ഞിട്ട്. ഇതേ ഭാവന കൊണ്ടാണ് ഭഗവാൻ ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഈ പ്രജാസൃഷ്ടി തന്നെ നടത്തിയിരിക്കുന്നത്. 3 ലോകങ്ങളെയും പരിപാലിക്കുന്നത് ഈ സഹയജ്ഞ ഭാവനയുടെ. അതിന് പ്രേരണ എന്താ? ഗീത ആശ്രയോ അഖം തിഷ്ഠാമി ഗീതാമേ ച ഉത്തമം ഗ്രഹം ഗീതാജ്ഞാനം ഉപാസത്യ 3 ലോകാൻ പാൽ. നമുക്ക് ഈ യജ്ഞഭാവന വരണം എന്നുണ്ടെങ്കിൽ ഗീത ശരിക്കും പഠിച്ചാൽ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്വഭാവം അത് ക്രിയേറ്റ് ആകും തന്നെ. അപ്പൊ അതുകൊണ്ട് മനുഷ്യജന്മം ശ്രേയസ്കരമായിട്ട് മുന്നോട്ട് അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യന് വിശേഷ ബുദ്ധിയൊക്കെ നൽകി ഓരോ മനുഷ്യനും ജന്മം നൽകിയിരിക്കുന്നത്. അത് സർവപ്രകൃതി ജൈഗുണൈ, പ്രകൃത്യാ തന്നെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിൻ്റെ യൂട്ടിലൈസേഷനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെന്താ കാരണം? അതാണ് ഇനി വ്യക്തമാക്കുന്നത്. ഇഷ്ടാൻ ഭോഗാൻ യോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈദധാന പ്രദായേപ്യോ യോ ഭുങ്ക്തേ സേനേവസ. ഇവിടെ ഈ ദേവന്മാരെ പോഷിപ്പിക്കാൻ പറയുമ്പോഴും നമുക്ക് 33 കോടി ദേവതാ സങ്കല്പത്തിലേക്കൊക്കെ പോയിട്ട് ആ ദേവന്മാരാണ് അത് സങ്കല്പം വികല്പമായിട്ട് മാറി. അതായത് ഈശ്വരൻ വേറെ, 33 കോടി ജനങ്ങൾക്ക് 33 കോടി ഇഷ്ടാനുഷ്ഠങ്ങളാണ്. ആ ഇഷ്ടാനുഷ്ഠങ്ങൾ അനുസരിച്ച് ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചോളൂ. ഭഗവാൻ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിൽ, അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ മറ്റ് ദേവതകളെ ഭജിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അവരിൽ നിങ്ങൾ ഭക്തി ദൃഢമാക്കി തരാൻ വേണ്ടിയിട്ട് ഒരവസരം നൽകുക ഭഗവാൻ. കാരണം എന്താ? സോഴ്സ് ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഏത് ദേവതയെ ഭജിച്ചാലും നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരുന്നത്, ഞാൻ അഭിവൃദ്ധിപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണെന്ന് പറയുന്നു. സെൻട്രൽ പവർ ഞാൻ തന്നെയാണ്. മറ്റ് ദേവതകളെ ഭജിച്ച് കിട്ടുന്നതൊക്കെ പ്രേയസായിരിക്കും എന്നും പറഞ്ഞു. എന്ത് കിട്ടിയാലും വേണ്ടില്ല, ഞാനാ തരുന്നതെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ കിട്ടുന്നതൊക്കെ പ്രേയസായിരിക്കും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായത് പിന്നെ അപ്രത്യക്ഷമാണ്. അതായത് അസുരീ സമ്പത്തിന്റെ നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ. എന്നെ നേരിട്ട് ഭജിച്ചാലോ അത് ശ്രേയസ്സാകും. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. പലതായിരിക്കുന്നത് ഒന്നായി കാണണം, ഒന്നായിരിക്കുന്നത് പലതായി കാണണം. അതുകൊണ്ട് വേദകാലഘട്ടം തൊട്ട് ഈ പ്രകൃതി ശക്തികളെല്ലാം ഈശ്വരീയ സങ്കല്പത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രകൃതി ശക്തികളെയാണ് അധിഷ്ഠാന ദേവതകളായിട്ട് നമ്മൾ പൂജിക്കേണ്ടത് എന്നർത്ഥം. നമ്മൾ ഈ പ്രകൃതി ശക്തിയെ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി ശക്തികളെ പോലും അവഗണിക്കുന്ന മാത്രമല്ല, പ്രകൃതിയെ വികൃതമാക്കിയിട്ടുണ്ടാക്കിയാലോ? അപ്പോൾ ഉദ്ദേശം ഒരേ കർമ്മം ഒരു വിധത്തിൽ ചെയ്താൽ നന്മയിലേക്ക്, അതേ കർമ്മം മറ്റൊരു വിധത്തിൽ ചെയ്താൽ തിന്മയിലേക്കും പോകും. അതാണ് പ്രശ്നം. ശ്രേയസ്സൊട്ടുണ്ടാകുകയില്ല, ഉണ്ടാകുന്നത് പ്രേയസായിരിക്കും. പ്രേയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടായിട്ട് നശിക്കുന്നത് എന്തോ അത് പ്രേയസ്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പോലും നാശത്തിന്റെ വക്കിൽ പോകുന്നത്. ഒരു 5 തലമുറയൊക്കെ കഷ്ടിച്ച് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 5 തലമുറ നശിക്കും. പിന്നെ 5 തലമുറ ആരെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് മണ്ണിനടിയിൽ കിടക്കുന്ന വിഗ്രഹം എടുത്തു പൊക്കി ക്ഷേത്രമാക്കും. വീണ്ടും അത്
എന്തുകൊണ്ടാണ് അത് ഒരേപോലെ നിലനിർത്താൻ സാധിക്കാത്തത്? അതിനുള്ള കാരണമാണ് ഇനി പറയുന്നത്. ഇഷ്ടാൻ ഭോഗാൻ യോ ദേവ ദാസ്യന്തെ യജ്ഞ ഭാവിതാഹ തൈദത്താന പ്രദായേഭ്യോ യോ മുക്തേസ്തേന യവസ. യജ്ഞഭാവിത ദേവാഹ, യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ, വാ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗങ്ങൾ തരും. ഹി തൈദത്താൻ, അതുകൊണ്ട് അവരാൽ ദാനം ചെയ്യപ്പെട്ടവ, ഏഭ്യ അപ്രദായ യാ ഭുങ്ക്തേ, അവർക്ക് കൊടുക്കാതെ യാതൊരുവൻ അനുഭവിക്കുന്നുവോ, സ സ്തേന ഏവ, അവൻ കള്ളൻ തന്നെ ആകുന്നു. യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ നൽകും. ആ ഇഷ്ടഭോഗങ്ങൾ കിട്ടുന്നത് അവരാൽ ദാനം ചെയ്യപ്പെട്ടതാണ്. ആ ദാനം ചെയ്യപ്പെട്ടത് അവർക്ക് കൊടുക്കാതെ ഏതൊരുവൻ അനുഭവിക്കുന്നുവോ അവൻ കള്ളൻ തന്നെ ആകുന്നു. നമ്മൾ എവിടെയൊക്കെ നമ്മുടെ ശരീരത്തിലോ നമ്മളെ സ്വഭാവത്തിലോ നമ്മൾ അനുഭവിക്കുന്നവരോ എന്തെങ്കിലും ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈശ്വരൻ നമ്മൾ പോലും അറിയാതെ നൽകുന്ന ഇഷ്ടഭോഗങ്ങളാണ്. ഇഷ്ടഭോഗം കിട്ടുമ്പോഴാണല്ലോ സുഖവും, നമുക്ക് സുഖവും ഇല്ലെങ്കിൽ സന്തോഷവും തോന്നുക, സമാധാനവും ഉണ്ടാകുന്ന അപ്പോഴല്ലേ. അത് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ, മറ്റാർക്കും കൊടുക്കാതെ എടുത്തു വെച്ചാൽ, ദേവന്മാർക്ക് പോലും കൊടുക്കാതെ എടുത്തു വെച്ചാൽ അവര് ഈശ്വരൻ്റെ മുമ്പിൽ കള്ളന്മാരാണെന്നർത്ഥം. ഈ ഒരൊറ്റ ശ്ലോകം നോക്കിയാൽ മതി, നിങ്ങൾ ശരിക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ കണ്ണനെ കള്ളൻ എന്ന് ഒരിക്കലും വിളിക്കില്ല. നമ്മളെല്ലാവരും കണ്ണൻ കള്ളനാന്ന് പറഞ്ഞുകൊണ്ട് നടക്ക, അല്ലേ? ഭാഗവതം പോലും കള്ളനായിട്ടാ കട്ടു തിന്നു എന്നാ പറയാ. ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്തുകൊണ്ടാ? ആരാ കള്ളൻ എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? ഈ ഗോപികളും ഗോക്കളും ഇവരൊക്കെ ഭഗവാന് സഹയജ്ഞ ഭാവനയോടെ ഭഗവാൻ വന്ന് അവതരിക്കുന്ന സമയത്ത് ഇവരോടും ദേവന്മാരോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ വിവേഷത്തിലും വിവിധ രൂപത്തിലും ഒക്കെ വന്ന ഇവിടെ വന്ന് എന്നെ സഹായിക്കാൻ വരേണ്ടി വരുന്നു പറഞ്ഞിരുന്നു, അല്ലേ? അവരെയൊക്കെ സൃഷ്ടിച്ചത് യജ്ഞഭാവന സഹജമായിക്കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം മനുഷ്യൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. എന്താ കാരണം? ഒക്കെ എൻ്റെ എന്ന് പറഞ്ഞ ഗോക്കളും എൻ്റെയാണ്, അതിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും എൻ്റെയാണ്, വീട് എൻ്റെയാണ്. എന്നിട്ട് അതിൽ കിട്ടിയതൊക്കെ എടുക്കൊണ്ടേ അവരുടെ പാത്രങ്ങളെ സൂക്ഷിച്ചിരുന്ന ഭഗവാൻ കൂട്ടുകാരുമായിട്ട് പോയിട്ട് അതെടുത്ത് എല്ലാവർക്കും കൊടുത്ത് അതിൻ്റെ യജ്ഞശിഷ്ടം പൂജിച്ചിട്ടാണ് വരണേ, അല്ലേ? എന്നിട്ട് കണ്ടവരെന്താ ചോദിച്ചേ? എല്ലാവരും പരാതി പറഞ്ഞു, എൻ്റെ വെണ്ണ കട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു. യശോദാമ്മയും അതേ വലയിൽപ്പെട്ടു. എന്നിട്ട് വടി പിടിച്ചുകൊണ്ട് കണ്ണനെ ചോദിച്ചു, നീ വെണ്ണ കട്ടോ? മുഖത്തും കയ്യിലും ഒക്കെ വെണ്ണയുടെ അംശമുണ്ട്, തൊണ്ടി സഹിത പിടിക്കണേ. എന്നിട്ടും കണ്ണൻ ചിരിച്ചോണ്ട് എന്താ പറഞ്ഞത്? ഞാൻ കട്ടില്ല എന്നാ പറഞ്ഞു. ഈ ചിരിയിലാ രഹസ്യം. എൻ്റെ വസ്തു ഞാൻ കട്ടുന്ന് എന്തിനു പറയണം? അത് മനസ്സിലാക്കുന്നത് ആരാ? യശോദാമ്മ പോലും മനസ്സിലാക്കിയില്ല. അതുകൊണ്ടല്ലേ ചോദ്യം ചെയ്യാൻ പോയി. ഇത് തന്നെ ഗുരുവായൂരപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങേയും കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ട് ഇവിടെ നടക്കുന്നൊന്നും അറിയില്ലേന്ന് ചോദിച്ചപ്പോൾ അന്ന് രാത്രി എന്നെ സ്വപ്നം കാണു പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യാനാ? കുറെ കള്ളന്മാർ എൻ്റെ മുമ്പിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിടും, കുറെ കള്ളന്മാരെടുത്തോണ്ട് പോകും, എനിക്ക് യാതൊരു സംബന്ധവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരാ കള്ളന്മാര്? നമ്മുടെ ശരീരം പോലും ഗുരുവായൂരപ്പന്റെ അപരാശക്തി കൊണ്ട് നിർമ്മിച്ച് നമുക്ക് നൽകിയിരിക്കുക, ഗിഫ്റ്റായിട്ട് തന്നിരിക്കുക. അതിൽ ജീവനെ നിറച്ചിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ പരാശക്തിയാണ് നമ്മുടെ ജീവനായിട്ടിരിക്കുന്നത്. അത് ചേർത്ത് വെച്ചിരിക്കുന്ന അഷ്ടശക്തികളെ കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് 2 കുറ്റിയിൽ അടിച്ചു വെച്ചിരിക്കുക നമ്മുടെ ശക്തികളൊക്കെ. ശരീരത്തിന്റെ വരെ നമ്മൾ സൂക്ഷിപ്പുകാരാണ്.
ഗുരുവായൂരപ്പൻ തന്ന ഏറ്റവും വലിയ വരദാനമാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കണതാ. ഭഗവാനും നമ്മളും തമ്മിൽ കേവലം 2 അങ്കുലിയുടെ വ്യത്യാസമുള്ള, അങ്കുലത്തിന്റെ വ്യത്യാസമില്ല നിൽക്കണേ. ഒരു കുറ്റിയിൽ ഞാനും അടിച്ചു വെച്ചേക്കാം, ഒരു കുറ്റിയിൽ എൻ്റെ അടിച്ചു വെച്ചേക്കാം. ഈ കുറ്റി ഒന്ന് അളക്കണ്ടേ? ഈ കുറ്റിയിൽ അടിച്ചിട്ടേക്കണത്തോളം കാലം ഭഗവാനെ വരെ നമ്മൾ കള്ളനായിട്ട് പറയും. നമ്മൾ ശുദ്ധനും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട്, അതാണ് പരസ്പരം ഭാവേന്തക എന്ന് പറഞ്ഞത്. നമ്മളെ ശരീരത്തെ പോലും ആരോഗ്യകരമായിട്ട് നിങ്ങൾ കാത്തു സംരക്ഷിച്ചാൽ അത് വീട്ടിലുള്ള മറ്റുള്ളവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം. നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ. ഇങ്ങനെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആർക്കും ഒരു സ്വയം അനായാസന ജീവിതമാണ് ഗീത പഠിച്ചാൽ ഉണ്ടാവുന്നത്. സ്വയം ബുദ്ധിമുട്ടാതെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. അപ്പം നമുക്ക് കിട്ടുന്നതൊക്കെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വച്ചാൽ അവരൊക്കെ ഭഗവാന്റെ മുമ്പിൽ കള്ളനായിട്ട് മാറും എന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നതെന്നർത്ഥം. ഇനി കള്ളൻ അല്ലാകാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ബാക്കി ആരുടെ മുമ്പിൽ നിങ്ങൾ കള്ളത്തരം കാണിച്ചാലും വേണ്ടില്ല, ഭഗവാന്റെ മുമ്പിൽ കള്ളനാകാൻ നിങ്ങൾക്ക് പറ്റില്ല. കള്ളത്തരം കാണിക്കാനും പറ്റില്ല. അവിടെ ഈ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഈ പരിക്കുന്ന ഭൗതിക വസ്തുക്കളാണെങ്കിലും നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാൻ പറഞ്ഞു അല്ലേ? സഖയജ്ഞ ഭാവന കൊണ്ട് നിങ്ങളെ തന്നെ അഭിവൃദ്ധിപ്പെടുത്തൂ എന്ന് പറഞ്ഞു. ആ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ എന്താണ് എളുപ്പമാർഗം? അതും കൂടെ ഭഗവാൻ പറഞ്ഞു തരും. ഭഗവാൻ ഒന്ന് നെഗറ്റീവ് പറഞ്ഞാലും ഒപ്പം തന്നെ പോസിറ്റീവും പറയും. അപ്പൊ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കള്ളനാകരുത് ഒരിക്കലും. എന്തിനാ സത്യം പറഞ്ഞു തന്നെ? നമ്മൾ ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ കള്ളനാകരുത്. കള്ളനാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവകിൽബിഷൈ മുച്യത്തെ തേതകം ഭാവ ഏ ഭജന്ത്യാത്മകാരണാൽ. യജ്ഞശിഷ്ടാസനാസന്തോ, യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവകിൽബിഷൈ മുച്യതേ, സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടും. യജ്ഞശിഷ്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പ്രസാദം കിട്ടിയാലും വേണ്ടില്ല, ആർക്കെങ്കിലും കൊടുത്തിട്ട് അതിൻ്റെ ശിഷ്ടം ഭുജിച്ചാൽ അത് യജ്ഞശിഷ്ടാവും. ഒരു കൈ കിട്ടുന്നത് മറു കൈ അറിയാതെ കൊടുക്കണം എന്നർത്ഥം. അപ്പൊ ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ നിങ്ങൾ കള്ളനാകില്ല. ഇനി അഥവാ യാതൊരുവൻ തങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പാചകം ചെയ്യുന്നുവോ, അതാണ് ആത്മകാരണാ പചന്തി. യാതൊരുവൻ തങ്ങൾക്ക് മാത്രം വേണ്ടി പാകം ചെയ്യുന്നുവോ, തേ പാപ തു, ആ പാപികളെ അഖം ഉജ്ജതേ, പാപത്തെ തന്നെ തിന്നുന്നു. അതായത് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവരവർ തന്നെ പാകം ചെയ്ത് അവർ തന്നെ ഭക്ഷിച്ചാൽ അത് പാപത്തെയാണ് ഭക്ഷിക്കുന്നത് എന്നർത്ഥം. നമ്മൾ ശരിക്കും ട്രഡീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലാതെ പലരും പറയും ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കണേ, ചിലപ്പോൾ അച്ഛനും അമ്മയും തന്നെയുള്ളൂ, മക്കളൊക്കെ ഓരോ സ്ഥലത്തായിരിക്കും. അപ്പം ചിലർക്ക് പറയാം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം, ഇപ്പം ഞാനും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണേ, രാത്രി കാലത്ത് പകൽ ഒരാളുണ്ടാവും, അത് ചിലപ്പോൾ വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ പാചകം ചെയ്ത് ഭക്ഷിച്ചാൽ അത് ഭഗവാൻ പറയുന്നത് അവനോന് വേണ്ടുന്നത് അവനോൻ തന്നെ പാചകം ചെയ്ത് അവനോൻ തന്നെ ഭക്ഷിച്ചാൽ അതും എന്താ പറയണേ, പാപത്തെയാണ് ഭക്ഷിക്കാൻ പറയും. ഇത് പാപമല്ലാതെയാക്കാൻ എന്താ മാർഗം? അതിനാദ്യം പറഞ്ഞല്ലോ, യജ്ഞശിഷ്ടാശനാസന്തോ. യജ്ഞശിഷ്ടം പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സ്പൂൺ ഭക്ഷണമെങ്കിലും പുറത്തു വെച്ച് പക്ഷി മൃഗാദികൾക്കോ സസ്യലതാദികൾക്കോ എന്തിനെങ്കിലും കൊടുത്താൽ മതി, യജ്ഞശിഷ്ടമാകും. നമ്മൾ കാരണന്മാരെ ചെയ്ത് കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? കുടുംബത്തെ അരിയിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ അമ്മ, പഴയ ഒരു സംസ്കാരം നോക്കിയാൽ ഇപ്പോൾ ഉള്ളവർ ചെയ്യാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ ഒരു സ്പൂൺ ചോറ് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വെക്കും, കാക്കയ്ക്കെന്നുള്ള സങ്കല്പത്തിൽ.
ഇത് ഒരു കുടുംബത്തിലെ എല്ലാവരും ശ്രാദ്ധകർമ്മം ചെയ്തതിൻ്റെ ഒരു മഹത്തായ ഒരു സംസ്കാരമാണ്. കാക്ക എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുക്കുന്നതിന് തുല്യ. അപ്പം കുടുംബത്തിൽ ഒരു സ്ത്രീ വിചാരിച്ചാൽ തന്നെ, അടുക്കളയിൽ പാചകം ചെയ്യുന്നവർ വിചാരിച്ചാൽ, ഒരു ഭക്ഷണം പാചകം ചെയ്താൽ ഒരു സ്പൂണെങ്കിലും പുറത്തു കൊണ്ട് ഈ ജീവജാലങ്ങൾക്ക് കൊടുത്താൽ അതിൽ പിതൃക്കൾ വരെ സന്തോഷിക്കുന്ന പറയുന്നത്. ആ കുടുംബത്തിലുള്ളവർ മുഴുവൻ പിതൃകർമ്മം ചെയ്തതിൻ്റെ, ശ്രാദ്ധകർമ്മം ചെയ്തതിൻ്റെ ഫലം ലഭിക്കുന്നവർ. അപ്പൊ അങ്ങനെ ഒരു ട്രഡീഷൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ യജ്ഞശിഷ്ടത്തെ പൂജിക്കുന്ന സജ്ജനങ്ങൾ സർവ പാപങ്ങളിൽ നിന്നും മുക്തരാകും. യാതൊരുവൻ തങ്ങൾക്ക് വേണ്ടി മാത്രം പാചകം ചെയ്ത് അവനവന്റെ കാര്യം മാത്രം നോക്കുന്നോ അവർ പാപികൾ തന്നെയാകും, പാപത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സന്നദ്ധതയും ദാനശീലവും ഇല്ലാതെ കേവലം സ്വാർത്ഥപരന്മാരായി കഴിയുമ്പോൾ പാപത്തെ തന്നെയാണ് ഭുജിക്കുന്നത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ ഫലം അന്യർക്കും കൂടി പ്രയോജനപ്പെടുമാറ് വിനിയോഗിക്കണം. അവനവൻ സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപരനും കൂടി സുഖത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം. അപ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്താലും, ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്താലും, സമൂഹത്തിന് വേണ്ടി ചെയ്താലും അതൊക്കെ പരോപകാരാർത്ഥമായിരിക്കണം. അതാണ് സഹയജ്ഞ ഭാവന എന്ന് പറയുന്നത്. അങ്ങനെ സൽക്കർമ്മങ്ങളുടെ ഫലം അന്യർക്കും കൂടി പ്രയോജനപ്പെടുമാറ് വിനിയോഗിക്കണം. അതിലൊരംശം സ്വയം അനുഭവിക്കുകയും ചെയ്യാം. അതിന് പകരം എല്ലാം തനിക്ക് മാത്രം എന്ന് കരുതുന്നവർ മഹാപാപികളായിരിക്കും എന്ന് പറഞ്ഞു. ഇതിനാണ് ഞാൻ ലളിതമായിട്ട് പറയാറുണ്ട്, പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിക്കാൻ. പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറഞ്ഞേ, തന്ത്രശാസ്ത്രത്തിലൊക്കെ പറയുന്ന പഞ്ചമഹായജ്ഞങ്ങളല്ലല്ല ഉദ്ദേശിച്ചത്. നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാൻ സാധിക്കും ഈ പഞ്ചമഹായജ്ഞങ്ങൾ? അതായത് ഞാൻ പറഞ്ഞാൽ ഉദാഹരണത്തിന് 5 രൂപ നിങ്ങൾക്ക് ഏത് തരത്തിൽ കിട്ടിയാലും വേണ്ടില്ല, ഇതിനെ 5 ആയിട്ട് ഭാഗിക്കാം. ഒന്ന് ദേവയജ്ഞം, രണ്ടാമത്തത് പിതൃയജ്ഞം, മൂന്നാമത്തത് അതിഥിയജ്ഞം, നാലാമത്തത് നെറിയജ്ഞം, അഞ്ചാമത്തത് നിയതയജ്ഞം. അതായത് 1 രൂപ ദേവന് കൊടുക്കുക, 1 രൂപ പിതൃകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, 1 രൂപ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക, 1 രൂപ ദാനകർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, 1 രൂപ സ്വന്തമായിട്ട് എടുത്തോളാം. അതുകൊണ്ട് അവനവൻ്റെ ശരീരത്തെ നിലനിർത്താൻ ഉപയോഗിക്കാന്ന് പറഞ്ഞത്. ഇത് യജ്ഞശിഷ്ടം ഭുജിക്കുന്നതിൻ്റെ തുല്യമായിട്ട് മാറും, മോക്ഷസാധകമായിട്ട് മാറും. നീ ദേവന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടദേവതയ്ക്കോ പരദേവതയ്ക്കോ ആർക്ക് കൊടുത്താലും വിരോധമൊന്നുമില്ല. ദേവകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിഹിതം മാറ്റിവെക്കുക എന്നർത്ഥം. 5 രൂപ ഉപയോഗിക്കേണ്ട വിധം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. 1 രൂപ ദേവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, 1 രൂപ പിതൃകർമ്മത്തിന് വേണ്ടി. പിതൃകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയും പിതൃക്കളെ, കാർന്നവന്മാരെ സംരക്ഷിക്കുന്നതാണ് ആദ്യത്തെ ഡ്യൂട്ടി. അവരെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ഭാഗം മാറ്റിവെക്കാം. അവരുടെ അന്ത്യകാലത്ത് അന്ത്യകർമ്മങ്ങൾക്കും ഇല്ലേ സാധാധികർമ്മങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു ഭാഗം അതിൽ നിന്ന് ഉപയോഗിക്കാം. 5 രൂപ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. പിന്നെ തിഥിയില്ലാതെ വരുന്നവരാണ് അതിഥി. അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ട് 1 രൂപ മാറ്റിവെക്കുക. പിന്നെ നെറിയജ്ഞം എന്ന് പറയുന്നത് 1 രൂപ ദാനകർമ്മങ്ങൾ ചെയ്യണം. ദാനകർമ്മം എന്ന് പറയുന്നത് താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് അന്നദാനമോ വസ്ത്രദാനമോ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതും നേരിട്ട് ചെയ്യണം, മീഡിയേറ്റേഴ്സിനെ ഉപയോഗിക്കരുത്. ഇന്ന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പലരും അതിൽ നിന്ന് മുതലെടുക്കുക. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പോളിസി നേരിട്ട് ചെയ്യാം. എന്തെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ചെയ്യാറുള്ളൂ, മീഡിയേറ്റേഴ്സിനെ അധികം ഉപയോഗിക്കാറില്ല. കാരണം കലികാലമാണ്, ഏതൊക്കെ തരത്തിലാണ് ദുർവിനിയോഗം ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പേരിൽ തന്നെ ചിലപ്പോൾ ദുർവിനിയോഗം ചെയ്യും. അപ്പം അതുകൊണ്ട് നേരിട്ട് ചെയ്യാറുള്ളൂ. അപ്പം നെറിയജ്ഞം. പിന്നെ 1 രൂപ നിറയജ്ഞം. നിയതയജ്ഞം എന്ന് പറയുന്നത് എന്താ? അവനവന് വേണ്ടിയിട്ട് കരുതി വയ്ക്കാം 1 രൂപ. അതായത് നമ്മുടെ ശരീരം സംരക്ഷണം, ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഭാഗം
കയറ്റി വയ്ക്കാം. ഇത്തരത്തിലാണ് നിങ്ങൾ 5 രൂപ ഉപയോഗിക്കുന്നതെങ്കിൽ, അത് ഏത് തരത്തിൽ കിട്ടിയാലും വേണ്ടില്ല, ഇത്തരത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 5 രൂപ നിങ്ങളുടെ പേഴ്സ് വിടാതെ ഉണ്ടായിരിക്കും. എല്ലാ കാലത്തും അത് ശ്രേയസ്സായിട്ട് നിൽക്കും. ഒരിക്കലും അത് ഇല്ലാതെ വരുന്ന പ്രശ്നമില്ല. ഒരു കൈ കിട്ടുന്നത് മറു കൈ ചെലവാക്കണം എന്നാണ് പറയുക. അതാ ലക്ഷ്മി ദേവിയും കാണിച്ചു തരിക എന്നർത്ഥം. ഇതാണ് ത്യാഗസന്നദ്ധയും വേണം, ജ്ഞാനശീലം വേണം. കേവലം സ്വാർത്ഥ തൽപരന്മാരായി കഴിയുന്നവർ, അവരാണ് പാപത്തെ തിന്നുക എന്നർത്ഥം. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സത്കർമ്മങ്ങളുടെ ഫലം അന്യർക്കും കൂടി അനുഭവിക്കാനുള്ളതാണ്. അത്തരത്തിൽ അതിനെ വിനിയോഗിക്കണം. അതിലൊരു അംശം സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അനുഭവിക്കാം. കാരണം ശരീര സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ട് ഉള്ളത് കരുതി വെക്കാൻ വിരോധമൊന്നുമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം വരും തലമുറയ്ക്ക് എന്തെങ്കിലും കരുതി വെക്കണ്ടേ എന്ന്, അല്ലേ? ഈശ്വര നിയമം അനുസരിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കരുതി വെക്കാൻ നിയമമില്ല. അഥവാ നിങ്ങൾ എന്തെങ്കിലും കരുതി വെച്ചാൽ വരും തലമുറ അത് നശിപ്പിക്കാനായിരിക്കും കർമ്മം ചെയ്യുക. അതുകൊണ്ട് ഈശ്വര നിയമം അനുസരിച്ചുകൊണ്ട് ഒന്നും കരുതി വെക്കാൻ നിയമമില്ല. അതുകൊണ്ടാണ് വരരുചി എങ്ങനെ ഒരു സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത്. കുട്ടിക്ക് വായുണ്ടോ, എന്തോ ഉപേക്ഷിച്ചോളാൻ പറഞ്ഞു, അല്ലേ? നമുക്ക് തോന്നും നമ്മളില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്നോ. വെറുതെ തോന്നല. പ്രകൃതിയിൽ എന്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ കാലാകാലം നിലനിൽക്കേണ്ടതനുസരിച്ച് ഒരു സഹയജ്ഞ ഭാവനയോടാണ് സൃഷ്ടിച്ചേക്കുന്നത്. അതൊക്കെ നിലനിൽക്കും കാലത്തിൻ്റെ ഗതി അനുസരിച്ചുകൊണ്ട് തന്നെ. നമ്മുടെ അഹങ്കാരമാണ് ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇനി ഈ സ്വയം ചെയ്യേണ്ട, ഇപ്പം ഇതുവരെ പറഞ്ഞ ശ്ലോകങ്ങളിൽ നിന്നും കൃത്യമായിട്ട് സ്വയം ചെയ്യേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു, പരസ്പരം സഹവർത്തിത്വത്തിലൂടെ കൂടി ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതിൽ പ്രകൃതിയും കൂടെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് വേണം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. ഇത് കർമ്മത്തിൻ്റെ 3 തരത്തിലുള്ള പാതയാണ് നമുക്ക് ഭഗവാൻ തുറന്നു തരുന്നത്. എന്തിനാ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കർമ്മബന്ധിതം കാരണം നമ്മൾ വന്ന് ജനിച്ചിരിക്കുന്നത്. അപ്പൊ കർമ്മത്തിലൂടെ അല്ലാതെ കർമ്മശുദ്ധി വരുത്താതെ ഈശ്വരിലേക്ക് എത്താൻ സാധ്യമല്ല. അപ്പൊ കർമ്മശുദ്ധി വരണമെങ്കിൽ ഈ കർമ്മയോഗം അനുഷ്ഠിക്കണം. കർമ്മയോഗം എന്ന് പറയുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭൗതിക വിഷയങ്ങളുടെ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നും കർമ്മയോഗം അല്ല. യഥാർത്ഥ കർമ്മയോഗം ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അത് അനുഷ്ഠിക്കുന്നതാണ്. അതാണ് കർമ്മയോഗം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം എയറോപ്ലെയിനോ മൊബൈലോ എന്ത് വാട്സ് ആധുനിക ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കർമ്മം അല്ല, വസ്തുക്കളല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതൊന്നും കർമ്മയോഗമല്ല. കാരണം എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊന്നും കർമ്മയോഗമല്ല. ഒക്കെ പ്രേയമാർക്ക ആസുരി സമ്പത്താണ്, ഉണ്ടായിട്ട് നശിക്കുന്നതാണ്, ഇല്ലേ? നശിപ്പിക്കുന്നതാണ്, ഇല്ലേ? നമ്മുടെ ശക്തി തന്നെ ഉപയോഗിച്ചുകൊണ്ട് അനുഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? നമ്മുടെ തലയിൽ വെച്ചേക്കുക. അത് ഉണ്ടാക്കിയാലും നശിക്കും, ഈ ലോകത്തെയും നശിപ്പിക്കും. ഭഗവാൻ ഉപദേശിക്കുന്നത് അതൊന്നുമല്ല. നിങ്ങൾ ബ്രഹ്മോർജം ആക്ടിവേറ്റ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളെയും രക്ഷിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അതുകൊണ്ട് രക്ഷിക്കാൻ സാധിക്കും. അതിന് കൃത്യമായിട്ട് നിയതമായ കർമ്മം സ്വയം ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് കൂടി ചെയ്യിക്കണം. കൂടി സ്വയം ചെയ്യാൻ പറ്റാത്തതും മറ്റൊരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്തതും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് സഹയജ്ഞ ഭാവന. അത് പരസ്പരം ഭാവയന്തക ശ്രേയ പരമവസിതം. ഈ ലോകം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭഗവാൻ ഭാരതീയ സംസ്കാരത്തിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 മാർഗ പാതയിലൂടെ അല്ലാതെ ഇത് സാധ്യമല്ല. ഇതാണ് കൊറോണ വരെ നമ്മളെ പഠിപ്പിച്ചത്. ആത്മസംരക്ഷണം, ജീവസംരക്ഷണം, കുടുംബ സംരക്ഷണം, സമൂഹ സംരക്ഷണം. ഇത് സാധിച്ചാലേ പ്രകൃതി പോലും നമ്മളെ അനുഗ്രഹിക്കൂ. ഇനി പറയുന്ന 2 ശ്ലോകങ്ങൾ നമ്മൾ പ്രപഞ്ചത്തെ എങ്ങനെ പരിപാലിക്കുന്നോ അതിലെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രകൃതി അനുഗ്രഹിച്ച് ഈശ്വരൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് നമ്മളെ പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നത് എന്ന് പറയുകയാണ് അടുത്ത 2 ശ്ലോകത്തിലൂടെ. ഏറ്റവും കർമ്മയോഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശ്ലോകമാണ് ഈ 2 ശ്ലോകങ്ങൾ.
എന്താ അത്? അന്നാൽ നമ്മുടെ അനുജന്മങ്ങളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പറയുന്നുണ്ട്. ആ പ്രകൃതിയുടെ ബന്ധത്തിൽ യജ്ഞഭാവനയിൽ കർമ്മം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ഇവിടെ പ്രകടമാകുന്നതെന്ന് കാണിച്ചു തരുന്നത്. അതാണ് അടുത്ത 2 ശ്ലോകം. അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാൽ ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. കർമ്മ ബ്രഹ്മോത്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാൻ ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ അഥവാ ജീവികൾ ഉണ്ടാകുന്നു. പർജന്യാൽ അന്നസംഭവ, പർജന്യം എന്ന് പറയുന്നത് എന്താ? മഴയിൽ നിന്നും അന്നമുണ്ടാകും. മഴ എന്ന് പറയുന്നത് ജലം. ഇനി യജ്ഞകർമ്മ സമുദ്ഭവ, ആ ജീവികളിൽ നിന്ന് യജ്ഞകർമ്മം ഉണ്ടാകണം. ആ യജ്ഞത്തിൽ നിന്നും മഴയുണ്ടാകുന്നു. യജ്ഞകർമ്മ സമുദ്ഭവ, യജ്ഞം കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. യജ്ഞം കർമ്മ സമുദ്ഭവ എന്ന് പറഞ്ഞാൽ യജ്ഞം കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. കർമ്മം ബ്രഹ്മോത്ഭവം, കർമ്മം ബ്രഹ്മാവിൽ നിന്നും ഉണ്ടാകുന്നു. ബ്രഹ്മ അക്ഷരം സമുദ്ഭവം വിധി, ബ്രഹ്മാവ് അക്ഷരത്തിൽ നിന്നും ഉണ്ടായി എന്നറിഞ്ഞാലും തസ്മാ സർവഗതം ബ്രഹ്മ, അതിനാൽ എങ്ങും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം നിത്യം യജ്ഞയെ പ്രതിഷ്ഠിതം, എന്നും യജ്ഞത്തിൽ സ്ഥിതി ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടായി. ഈ അന്നം എവിടെ നിന്നുണ്ടായി? അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടായെങ്കിൽ അന്നം എവിടെ നിന്നുണ്ടായത്? അത് മഴയിൽ നിന്നുണ്ടായി. ഇനി മഴ എങ്ങനെ ഉണ്ടായി? അത് യജ്ഞത്തിൽ നിന്നുണ്ടായി. എങ്ങനെ ഉണ്ടായി? യജ്ഞത്തിൽ നിന്ന് കർമ്മത്തിൽ നിന്നും, യജ്ഞത്തിൽ നിന്ന് മഴയും കർമ്മത്തിൽ നിന്ന് യജ്ഞവും. യജ്ഞകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം സഹയജ്ഞ ഭാവനയോടെ പരസ്പരം കൂടിച്ചേർന്ന് ചെയ്യുന്ന കർമ്മത്തിനാണ്, അവിടെയാണ് ഈശ്വരന്റെ സാന്നിധ്യം, ബ്രഹ്മത്തിന്റെ സാന്നിധ്യം അറിയുന്നത് ജലം വർഷിച്ചുകൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ യാഗമൊക്കെ നടക്കുമ്പം യാഗത്തിന്റെ അവസാനം മഴ പെയ്യും എന്നൊരു സങ്കല്പമൊക്കെ ഉണ്ട്. ആ യാഗം കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നതും കണ്ടിട്ടുമുണ്ട്. ഇപ്പൊ സോമയാഗം നടക്കുന്നുണ്ട് തൃശ്ശൂര്, അല്ലേ? 4 ദിവസത്താണ് സോമയാഗം. 4-ാം ദിവസം യജ്ഞശാല കത്തിക്കണ സമയത്ത് മഴ പെയ്യണം. അവിടെയാണ് യജ്ഞത്തിന്റെ ഫലം വരിക. അപ്പൊ അവിടെ നടക്കേണ്ടത്, അതായത് അന്നത്തിൽ നിന്നാണ് ജീവികളുണ്ടായി. അന്നം എവിടെ നിന്നുണ്ടായി? അന്നം എന്ന് പറയണത് എന്താണ്? സസ്യലതാദികളിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥമാണ് അന്നം എന്ന് പറയുന്നത്. ആ അന്നത്തിൽ നിന്നാണ് അന്നമയമായ ശരീരങ്ങളെ നിലനിർത്തുക. എല്ലാ ജീവജാലങ്ങൾക്കും ഈ അന്നമില്ലാതെ ശരീരത്തെ നിലനിർത്താൻ സാധിക്കില്ല. അന്നമയമായ ശരീരം, പ്രത്യേകിച്ച് മനുഷ്യൻ മാംസബുക്കൊന്നുമല്ല, സസ്യബുക്കുകളാണ്. അതുകൊണ്ട് സസ്യലതാദികളിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥമാണ് അന്നം എന്ന് പറയുന്നത്. നമ്മളിവിടെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ വിടുക. അതൊക്കെ പ്രകൃതിയാ തന്നെ അതിനെ സ്വീകരിക്കേണ്ട ശരിക്കും അത് പ്രകൃതിയാ തന്നെ നിലനിൽക്കും. അതിന് പ്രകൃതി ശക്തികളെ നേച്ചർ മാത്രമേ മറ്റ് ജീവജാലങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. മനുഷ്യനാണ് ഈ വിശേഷ ബുദ്ധി ഉണ്ടെങ്കിലും വേണ്ടില്ല, പ്രകൃതിയെ പോലും വികൃതമാക്കുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്റെ ഭാവനയെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഉണ്ടായിട്ടുള്ളത് അന്നത്തിൽ നിന്നാണ്. ഈ അന്നം ഉണ്ടാകുന്നത് മഴയിൽ നിന്നാണ്. അതായത് സസ്യലതാദികൾക്ക് മഴ കിട്ടണം എന്നർത്ഥം. ഇനി മഴ എവിടുന്നാ ഉണ്ടാകുക? മഴ പെയ്യണമെങ്കിൽ യജ്ഞകർമ്മങ്ങൾ നടക്കണം. യജ്ഞകർമ്മം എന്ന് പറയുന്നത് എന്താ? വെറുതെ യജ്ഞകർമ്മം അല്ല, സഹയജ്ഞ ഭാവന. ഈശ്വരൻ സഹയജ്ഞ ഭാവനയോടെയാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതെങ്കിൽ അതേ ഭാവനയിൽ നമ്മൾ പരസ്പരം സഹവർത്തിത്വത്തോടെ യജ്ഞകർമ്മം നടക്കണം. അതിലെല്ലാം വരും. സ്വയം ചെയ്യേണ്ടത് ചെയ്യണം, കൂടി ചെയ്യേണ്ടത് വരും, മറ്റുള്ളവരെ കൊണ്ട് മറ്റൊരാൾ ചെയ്യേണ്ട കർമ്മമുണ്ട്. ഈ 3 തരത്തിലുള്ള കർമ്മബാധ ഒന്നിച്ചിട്ട് യജ്ഞഭാവനയോടുകൂടി എപ്പോൾ കർമ്മ സമ്പന്നമാകുന്നു അവിടെ മഴ പെയ്യുന്ന പറയും.
ഇനി അന്നത്തിൽ നിന്ന് നമ്മളെങ്ങനെ ഉണ്ടാവുക? ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോളണം. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാരാർത്ഥേനത്വം ശോചിതുമർഹസി. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. ഇത് പരിഹാരമില്ലാത്ത വിഷയ. എന്ത് പരിഹാരം തേടിയാലും ഇതിന്. അപ്പം മരണം ജനനത്തിന്റെ ലക്ഷണമാണ്, ജനനം മരണത്തിന്റെ ആരംഭവുമാണ്. അപ്പൊ നമ്മൾ ജനിക്കുന്നത് എങ്ങനെയാ? അന്നത്തിലൂടെയാണ് ജനിക്കുക എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞു. അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുക, സർവഭൂതങ്ങളും. അപ്പൊ ആ അന്നത്തിൽ നിന്ന് ജനിക്കുന്ന ജീവികളിൽ നിന്ന് യജ്ഞകർമ്മം ഉണ്ടാകണം. ആ യജ്ഞകർമ്മത്തിൽ സ്വയം ചെയ്യേണ്ടതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും കൂടി ചെയ്യേണ്ടതും കർമ്മമാണ്. ഈ 3 പ്രോസസ്സും സഹയജ്ഞ ഭാവനയോടെ ആയിരിക്കും നടക്കുന്നത്. ഇതെവിടെ സമ്പന്നമാകുന്നോ അവിടെ ബ്രഹ്മശക്തി പ്രകടമാകുന്നത് ജലം വർഷിച്ചുകൊണ്ടായിരിക്കും. അതായത് മഴ പെയ്യുന്ന മഴയിലെ ജലത്തിലാണ് ജീവന്റെ നിലനിൽപ്പ് എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൽ 1/2 ഭാഗം ജലമാണ്. ഈ ഭൂമിയിലും 1/2 ഭാഗം ജലമാണ്. നമ്മുടെ ശരീരത്തിലായാലും ഭൂമിയിലായാലും അത് ജലത്തിന്റെ അംശം കൂടിയാലും പ്രശ്ന, കുറഞ്ഞാലും പ്രശ്ന. അത് ബാലൻസിങ് നിലനിൽക്കണം. അത് നിലനിർത്തുന്നത് സമയാസമയങ്ങളിൽ കാലത്തിനനുസരിച്ച് പെയ്യുന്ന മഴയിലൂടെയാണ്. അപ്പൊ ആ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ, ബാക്കി ജീവജാലങ്ങളൊക്കെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് തന്നെ അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളും. മനുഷ്യനാണ് വിശേഷ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ആ വിശേഷ ബുദ്ധിയിൽ നമ്മളൊക്കെ അന്നത്തിൽ നിന്നുണ്ടായിട്ടുള്ള ജീവികളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും സഹയജ്ഞ ഭാവനയോടെ ആയിരിക്കണം. അത് സ്വയം ചെയ്യാനുള്ള ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ചെയ്യണം, കൂടി ചെയ്യേണ്ടത് ചെയ്യണം. ഈ കൂടി ചെയ്യേണ്ട പരസ്പരം ഭാവയന്തക. അപ്പം നമുക്ക് അഭിവൃദ്ധിപ്പെടുന്നുണ്ടെങ്കിൽ ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമാവസ്ഥ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രേയസ്കരമായിട്ട് കുറേ പേര് കൂടിയിട്ടൊരു കാര്യം ചെയ്താൽ അവിടെയാണ് യജ്ഞഭാവന ഉണ്ടാകുക. യജ്ഞഭാവന സഹിതമായിട്ട് പരസ്പരം ഭാവയന്തക എന്ന ഭാവത്തിൽ കൂടി ചെയ്യേണ്ട കർമ്മം എവിടെ സമ്പന്നമാകുന്നോ അവിടെ ജലം വർഷിച്ചുകൊണ്ട് ബ്രഹ്മശക്തി പ്രകടമാകും. അതായത് ഈശ്വരശക്തി പ്രകടമാകുന്ന അർത്ഥം. ഇനി നമ്മളൊക്കെ എണ്ണത്തിൽ നിന്ന് ജനിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ? നമ്മൾ ഏത് തരത്തിൽ മരിച്ചാലും മരിക്കുന്നുള്ളത് ഉറപ്പാ. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കുകയും ചെയ്യും. അപ്പോൾ മരണം സംഭവിച്ചാൽ നമ്മുടെ ശരീരശക്തികളൊക്കെ അതാത് തത്വങ്ങളിലേക്ക്, ആകാശം, അഗ്നി, വായു, ജലം, അതാത് ഘടകങ്ങളിലേക്ക് തിരിച്ചു പോയി ലയിക്കും. വീണ്ടും ജനിക്കുമ്പം ഈ ജീവനെ ആധാരമാക്കിക്കൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ശരീരം സൃഷ്ടിച്ച് വീണ്ടും ശരീരം നൽകുന്നു. അപ്പം ഈ ശരീരം ഒരു പ്രാവശ്യം ത്യജിച്ചാൽ 1 വർഷം കൊണ്ട് അത് ഊർധ്വമൂലത്തിലേക്ക് എത്തും. അതായത് ബ്രഹ്മലോകത്തിന് മുകളിലുള്ള ബ്രഹ്മശക്തി ഇരിക്കുന്ന സ്ഥലമാണ് ഊർധ്വമൂലം എന്ന് പറയുന്നത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ പോലും ആ ബ്രഹ്മത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരീരം ത്യജിച്ചാൽ നമ്മുടെ ജീവൻ, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചേർന്നിട്ട് വാസനാബലം അനുസരിച്ചുകൊണ്ട് ഈ ജീവനെ വലിച്ചു കൊണ്ടുപോകും. 1 വർഷം കൊണ്ട് മുകളിലെത്തിയാൽ അവിടെ ചെല്ലുമ്പോഴത്തേനും തന്നെ നമുക്ക് അടുത്ത ജന്മത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് റെഡിയായിരിക്കും. അത് കിട്ടിയാൽ 1 നിമിഷം പോലും കർമ്മബന്ധനം ഉണ്ടെങ്കിൽ 1 നിമിഷം പോലും അവിടെ തങ്ങാൻ സമ്മതിക്കില്ല. അവിടെ ചെന്നാൽ ഉടനെ റെഡി ആയിരിക്കും അടുത്ത അപ്പോയിൻമെൻറ്റ്. അത് കിട്ടിയാൽ ഉടനെ വീണ്ടും ആ ജീവാത്മാവ് ഈ അന്ധകരണത്തോടു കൂടി മഴ ജലത്തിലൂടെ ആയിരിക്കും എവിടെയാണോ ജനിക്കേണ്ടത് അവിടെ വന്ന് പതിക്കും. മണ്ണിൽ വന്ന് പതിച്ചാൽ പിന്നെ അച്ഛൻ ആരായിരിക്കണം, അമ്മ ആരായിരിക്കണം എന്നൊക്കെ ജാതകത്തിലുണ്ടാകും, അഥവാ അപ്പോയിൻമെൻ്റ് ഓർഡറിലുണ്ടാകും. അച്ഛൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെ ആ ജീവാത്മാവ് പുരുഷ ശരീരത്തെ പ്രവേശിക്കും. അന്നം
ഭക്ഷണത്തിൽ പ്രവേശിച്ചാൽ തന്നെ അന്നമയമായ ശരീരം കിട്ടിക്കഴിഞ്ഞു. പിന്നെ അച്ഛൻ എന്ന പേര് പറയുന്ന ആള് അല്ലേ, പറയാനുള്ള ആള് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആ അന്നം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കും. അത് രക്തത്തോട് ചേർന്ന് മേധസ്സായിട്ട് മാറും. അമ്മ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചാൽ അവർ സംഗമിച്ച് പുനർശരീരം സൃഷ്ടിക്കപ്പെടുന്നു. അപ്പം നമ്മുടെ സ്രോതസ് ഏതാണ്? ജലം തന്നെയാണ്. നമ്മുടെ ശരീരത്ത് ജീവൻ നിൽക്കുന്നതും ജലത്തിന്റെ രസത്തിലാണ് ജീവൻ നിൽക്കുന്നത്. ഇതാണ് മത്സ്യാവതാരത്തിന്റെ രഹസ്യവും. ആ ഒരു മത്സ്യം, ജലത്തിൽ കിടക്കുന്ന മത്സ്യത്തെ എടുത്ത് കരക്കിട്ട് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് പടഞ്ഞു മരിക്കും, അല്ലേ? അപ്പൊ ജലമാണ് ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്നർത്ഥം. ജലമില്ലെങ്കിൽ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റാത്തതുപോലെ ജലാംശമില്ലെങ്കിൽ നമ്മുടെ ജീവന് ശരീരത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ഇപ്പൊ ഈ ജലം ഉണ്ടാകുന്ന എവിടുന്ന? മഴയിൽ നിന്ന്. അപ്പൊ സമയാസമയങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരുന്നാലേ ഭൂമിക്ക് ഭൂഗർഭത്തിലുള്ള 1/2 ഭാഗം ജലത്തെ നിലനിർത്താൻ സാധിക്കൂ. അവിടെ ജലസ്രോതസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജലം ഭൂമിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റൂ. അപ്പൊ ആത്യന്തികമായിട്ട് സമയാസമയങ്ങളിൽ മഴ പെയ്യണം. ആ മഴ പെയ്യണമെങ്കിൽ നമ്മൾ അന്നത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് അന്നത്തിൽ നിന്ന് വിശേഷ ബുദ്ധിയോടുകൂടി ജനിച്ചിരിക്കുന്ന മനുഷ്യൻ സഖയജ്ഞ ഭാവനയോടുകൂടി യജ്ഞകർമ്മം ചെയ്യണം. അത് സ്വയം ചെയ്യേണ്ടതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും കൂടി ചെയ്യേണ്ടതും യജ്ഞഭാവന സഹിതമായിക്കൊണ്ട് തന്നെ ചെയ്താൽ അവിടെ പരസ്പരം സഹവർത്തിത്വത്തിലൂടെ എപ്പോൾ ജീവിക്കുന്നോ, എപ്പോൾ അവിടെ സമ്പന്നമാകുന്നോ അവിടെ മഴ പെയ്യും. ഇതൊരു പ്രോസസ്സാണ്. അങ്ങനെ അന്നത്തിൽ നിന്ന് ജീവികൾ, ജീവികളിൽ നിന്ന് യജ്ഞകർമ്മം, യജ്ഞകർമ്മത്തിൽ നിന്ന് വീണ്ടും മഴ, മഴയിൽ നിന്ന് വീണ്ടും ജീവികൾ, അന്നമുണ്ടാകും, അന്നത്തിൽ നിന്നുള്ള ജീവികൾ. ഇങ്ങനെ യജ്ഞകർമ്മ ചക്രത്തെ തിരിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇന്ന് മഴ പെയ്യുന്നുണ്ടോ? നമ്മളൊന്ന് ചുറ്റുവട്ടം ഒന്ന് നോക്കിയാൽ അറിയാം. മഴ പെയ്താൽ തന്നെ എല്ലായിടത്തും ഒരുപോലെ പെയ്യില്ല. നമ്മൾ തോന്നിവാസമായ മഴയും തോന്നിവാസം. ഒരു വാർഡിൽ മഴ പെയ്യും, ഒരു വാർഡിൽ പെയ്യില്ല. റോഡിൻ്റെ അപ്പുറത്ത് മഴ പെയ്യും, ഇപ്പുറത്ത് പെയ്യില്ല. കാലത്തിനനുസരിച്ചാണോ മഴ പെയ്യണ? അതുമല്ല, കാലം തെറ്റിയിട്ടാണ് മഴ പെയ്യുക. എന്താ കാരണം? മനുഷ്യൻ തോന്നിവാസായി, ഭഗവാനും തോന്നിവാസായി, മഴ പെയ്യുന്നതും തോന്നിവാസായി. നമ്മൾ വികസനത്തിൻ്റെ പേരിൽ പലതും ചെയ്യുമ്പം ഒരുപാട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ നോക്കിയിട്ട് അവിടെ വികസനം എന്നാ കൊണ്ടുവരുമ്പം അവിടെ എവിടെയാണോ കുറ്റിയടിച്ച് വെച്ചേക്കണം അവിടെ വികസനം നിർത്തും. മറ്റേ വാർഡ് പ്രതിപക്ഷത്തിൻ്റെ ആന്ന് പറയും, അല്ലേ? അപ്പം ഭഗവാനും എങ്ങനെയാണ്? നമ്മൾ ഏതേത് സദാ തദ്ഭാവം, ഏതേത് ഭാവത്തിൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പൂജിക്കുന്നു, അതേ ഭാവത്തിലായിരിക്കും ഭഗവാൻ നമ്മളെയും അനുഗ്രഹിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് കാലത്തിനനുസരിച്ചുള്ള മഴ പെയ്യാത്തതും, പെയ്താൽ തന്നെ കാലം തെറ്റി പെയ്യുക, ദേശം തെറ്റി പെയ്യുക, വകതിരിച്ച് പക്ഷപാതം കൊണ്ട് പെയ്യുക. ഇതൊക്കെ സംഭവിക്കുന്നത് മനുഷ്യൻ്റെ യജ്ഞഭാവനയിലുണ്ടായിട്ടുള്ള മാർഗങ്ങളിലെ വ്യത്യാസമാണ്, വ്യതിചലനമാണ് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സസ്യലതാദികളിൽ നിന്നുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് അന്നം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം അന്നമയ കോശമാണ്. അതുകൊണ്ട് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലും ആ ഭക്ഷണം, ആ അന്നം ബ്രഹ്മമായി കരുതണം എന്നൊക്കെ അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. കാരണം എന്താ? ആ അന്നത്തിലാണ് ജീവന്റെ ഗതിവിഗതികൾ സംഭവിക്കുക. ഒരാൾക്ക് ജീവൻ നൽകുന്നതും അന്നത്തിലൂടെയാണ്. നമ്മുടെ ജീവനെ ശരീരത്തെ നിലനിർത്തുന്നതും അന്നത്തിലൂടെയാണ്. അപ്പൊ അന്നത്തിൽ നിന്നാണ് നമ്മൾ ജനിക്കാനിട വരുന്നത്. ആ ജനിച്ചിട്ടുള്ള മനുഷ്യൻ വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ട് യജ്ഞകർമ്മ സഹിതനായിക്കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. അതിനെ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതെ യജ്ഞഭാവനയോട് തന്നെ സ്വയം ചെയ്യേണ്ടതും മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതും കൂടി ചെയ്യേണ്ടതും കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ ഈശ്വരൻ്റെ ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിർപ്പിന് ആധാരമായിരിക്കുന്ന ജലസ്രോതസ്സിനെ സമയാസമയങ്ങളിൽ എത്തിക്കുകയുള്ളൂ, അത് നിലനിർത്തുകയുള്ളൂ എന്നാണ് അപ്പം മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നും മഴ പെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും
വാർഡ് തിരിച്ച് മഴ പെയ്യുന്നത് എന്താണ്, ദേശം തിരിച്ച് മഴ പെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഗഹനമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും എന്നർത്ഥം. ഇതിനോട് കൂട്ടി ചിന്തിച്ചാൽ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗീതാശാസ്ത്രത്തിൽ ഈ 2 ശ്ലോകങ്ങളെ ചിന്തിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് വേണ്ട സമയത്ത് പോലെ മഴ പെയ്യാതിരിക്കുന്നതും, എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ അന്യം നിന്ന് പോകുന്ന സന്തതികൾ ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്, കലികാലമായതുകൊണ്ടേ സ്വാർത്ഥത, ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നൊക്കെ പോയി ഒക്കെ സ്വാർത്ഥത എത്രമാത്രം ചുരുങ്ങി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് പോയി അല്ലേ. ഇപ്പോൾ ഫ്ലാറ്റ് സിസ്റ്റം കൂടെ വന്നിട്ട് ആ ഫ്ലാറ്റ് എന്തിനാ, നമുക്ക് അവിടെ പോയിട്ട് ഫ്ലാറ്റാകാൻ, അല്ലാതെ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഉണ്ടോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്തുനിന്ന് ആരും അകത്തേക്ക് വരില്ല. സുഖമായിട്ട് ഫ്ലാറ്റാകാം, അവിടെ പോയിട്ട് കിടക്കാം. ഈ പറയുന്ന പല വിധത്തിലുള്ള യജ്ഞകർമ്മങ്ങളൊന്നും സാധ്യമല്ല. കാര്യം സൗകര്യ, ന്യൂക്ലിയർ ഫാമിലിയായി കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ തെറ്റിച്ച് എല്ലാവരും അവരവരുടെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് അവരുടെ ഉണ്ടാക്കി എൻ്റെ എന്ന് പറഞ്ഞ് ഒരു ഫ്ലാറ്റിൽ പോയി താമസാലെ എൻ്റെ കട്ടില്, എൻ്റെ മേശ, എൻ്റെ കിടക്ക, ഇവിടെ എൻ്റെ എന്ന് പറയുന്ന പ്രശ്നം വിടുന്നേയില്ല. അപ്പൊ പ്രകൃതിക്ക് വിരുദ്ധമാണിതെന്നർത്ഥം. ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെയൊക്കെ പുനഃസൃഷ്ടിച്ച് അവരവർക്ക് ഉപയോഗിക്കാനും മറ്റു ലോകർക്കും ഉപയോഗിക്കാൻ തക്കവണ്ണം കരുതി വെച്ച് യഥാവിധി ധർമ്മത്തിൻ്റെ വ്യവസ്ഥിതി നിലനിർത്തേണ്ടത് മനുഷ്യൻ്റെ കർമ്മമാണ്. അതിന് ഉത്സന്ന കുലധർമ്മാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നേതം വാസു ഭവതീത്തിനു അനുസൃമാ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാവിധ നരകത്തിനും നരക അനുഭവങ്ങൾക്കും കാരണം എന്താ, നമ്മൾ നമ്മുടെ മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മത്തെ യഥാവിധി, ട്രഡീഷനെ യഥാവിധി പാലിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും പല കുടുംബങ്ങളും അന്യം നിന്നും പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈവൻ ബ്രാഹ്മണ കുടുംബങ്ങൾ വരെ. എന്താ കാരണം? പ്രപഞ്ചത്തിലെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും യജ്ഞപദത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ നന്നും കൂടെ ഇവിടെ എടുത്തു പറയുന്നുണ്ടെന്നർത്ഥം. അപ്പം നമ്മുടെയൊക്കെ സ്രോതസ് എങ്ങനെ? അന്നത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത്. ആ അന്നമുണ്ടായിട്ടുള്ളത് ഇന്നും മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറി ആയിക്കോട്ടെ അരി ആയിക്കോട്ടെ ഒക്കെ ഉണ്ടാകുന്നത് മഴ പെയ്തില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പം ഇന്നും ആ പ്രോസസ്സ് തന്നെയാണ് നടക്കുക. യജ്ഞത്തിൽ നിന്ന് മഴയും കർമ്മത്തിൽ നിന്ന് യജ്ഞവും ഉണ്ടാകുന്നു. അപ്പം ഈ കർമ്മം ജനിച്ചാൽ മരണം വരെ ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ ചെയ്യുന്ന യജ്ഞഭാവനയോട് ചെയ്യുക, യജ്ഞഭാവന സഹിതമായിക്കൊണ്ട്, അതായത് സ്വാർത്ഥ താല്പര്യമില്ലാതെ അർപ്പണബോധത്തോടെ രാഗമനസ്സോടുകൂടി ഞാനെന്ന ഭാവമില്ലാതെ ലോകസേവാർത്ഥമായിട്ട് എന്ത് ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിക്കുന്നതും ഒക്കെ കർമ്മമാണ്. അതൊക്കെ ലോകസേവാർത്ഥമായിട്ട് മാറുമ്പോൾ അതാണ് യജ്ഞഭാവന സഹിതമായിട്ട് ചെയ്യാൻ പറയും. ഭഗവാൻ ഇങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. അതുകൊണ്ട് അതേ ഭാവനയിൽ അതിനെയൊക്കെ പോഷിപ്പിക്കാനാണ് പറയുന്നത് ഭഗവാൻ. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും യജ്ഞപദത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആ യജ്ഞത്തിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. മഴജലത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത്. ജീവികൾ നിന്നാണ് യജ്ഞകർമ്മം ഉണ്ടാകേണ്ടത്. ആ യജ്ഞകർമ്മത്തിൽ വീണ്ടും മഴ. അപ്പൊ ഈ പ്രോസസ്സ് ഒരു ചക്രം പോലെ ഇങ്ങനെ തിരിയണം. യജ്ഞകർമ്മ ചക്രമാണ് തിരിയേണ്ടത്. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ പലവിധ പ്രവർത്തനങ്ങളെയും യജ്ഞപദത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഈ ഒരു 5 ശ്ലോകം എത്ര പ്രാവശ്യം പഠിച്ചാലും നമുക്ക് യഥാർത്ഥ പ്രോസസ്സ് മനസ്സിലാകില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇത് കുറച്ച് ഗഹനാണ്.
എന്തായാലും നമ്മുടെ ജന്മ അനുജന്മങ്ങൾ പോലും സംഭവിക്കുന്നത് ഈ യജ്ഞകർമ്മ ചക്രത്തിലൂടെ ആണ് എന്ന്, അതാണ് ബേസിക് ആയിട്ടുള്ള അറിവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് തിയറി. നമ്മൾ ജനിക്കുകയും മരിക്കുകയും ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ പ്രോസസ്സ് നടക്കുന്നത് അതിൻ്റെ ഒന്ന് അന്നമാണ്. അന്നം നിലനിൽക്കുന്ന, അന്നം ഉണ്ടാകുന്നത് പോലും മഴജലത്തിലൂടെയാണ്. ആ മഴജലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യജ്ഞകർമ്മം ചെയ്യണം. യജ്ഞകർമ്മം സമ്പൂർണ്ണമാകണമെങ്കിലോ, യജ്ഞകർമ്മം സമ്പൂർണ്ണമാക്കാൻ സാധിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് നിത്യനൈമിത്യ കർമ്മം കൃത്യം ചെയ്യണം. അങ്ങനെ ഒരാൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അതാണ് ട്രഡീഷൻ. ആ വ്യക്തി സ്വന്തമായിട്ടുള്ള നിത്യമായ കർമ്മങ്ങൾ ചെയ്യും, നിത്യനൈമിത്യ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ ആ വ്യക്തിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഭഗവാൻ നിയോഗിക്കുന്നു മനസ്സിലാക്കിക്കോളാം. പിന്നെ കൂടി ചെയ്യേണ്ട കർമ്മം ചെയ്യണം. സ്വയം ചെയ്യാൻ പറ്റാത്തതും മറ്റൊരാളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റാത്തതും ആ യജ്ഞകർമ്മം കൂടി ചെയ്യേണ്ടത് കൃത്യമായിട്ട് സഹധർമ്മം നടക്കും. ആ സഹധർമ്മം എപ്പോൾ കൃത്യമായിട്ട് സമ്പന്നമാകുന്നോ അവിടെ മഴ പെയ്യും. ജലം വർഷിച്ചുകൊണ്ടായിരിക്കും മഴ പെയ്യുക. അതുകൊണ്ടാണ് ഈ യാഗം കഴിയുമ്പം മഴ പെയ്യും എന്ന് പറയാൻ കാരണം. അത് ഓരോ യജ്ഞകർത്തികളുടെയും ഇല്ലേ അതിലൊക്കെ യജമാനും എല്ലാ കർമ്മികളും ലോകജനതയും എല്ലാ സജ്ജനങ്ങളുടെയും മനസ്സ് ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് അത് യജ്ഞഭാവന സഹിതമായിക്കൊണ്ട് ആ യജ്ഞം അവസാനിക്കുമ്പം മഴ പെയ്യും. ഇപ്പം ഏപ്രിൽ മാസത്തിൽ മഴ പെയ്യണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. വേനൽക്കാലം, കടുത്ത വേനൽക്കാലത്ത് ഞാനൊരു ക്ഷേത്രത്തിൽ, ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സപ്താഹം നടത്തലുണ്ടായി, ഗീതാ സപ്താഹം. അത് സാധാരണ പ്രോസസ്സ് അനുസരിച്ചുകൊണ്ട് തന്നെ 6-ാമത്തെ ദിവസം 18 അധ്യായം വായിക്കും, 7-ാമത്തതിൽ 18 അധ്യായവും ഒന്നിച്ച് ചേർന്നിട്ടാ, എല്ലാവരും ചേർന്നിട്ടാ. അവിടെ ഭാവരാഗ താളങ്ങളൊക്കെ ഒരേ ഭാവത്തിൽ വരണം. ആ വേനൽക്കാലത്ത് ഉച്ച സമയത്ത് അവിടെ മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ യജ്ഞഭാവന സഹിതമായിക്കൊണ്ട് ചെയ്യുന്നിടത്തല്ലേ മഴ പെയ്യും. നട്ടുച്ച സമയത്ത് 12 മണി സമയത്ത് ഒന്ന് തൂളിപ്പോവുക മഴ എന്നുണ്ടെങ്കിൽ പോലും അത് ഒരത്ഭുതം എന്നല്ല, ഈശ്വരൻ്റെ സാന്നിധ്യം മഴ പെയ്തുകൊണ്ട് അവിടെ കാണിച്ചു തന്നിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അവിടെ ഇരച്ചു കൂട്ടി മഴ പെയ്യാറുണ്ട്. അവയൊക്കെ യജ്ഞഭാവന. ഞാനിപ്പോൾ എന്തോ ഈ കാര്യം ചെയ്യണമെന്നാണെങ്കിലും യജ്ഞഭാവന സഹിതമായിട്ടാണ്, സ്വാർത്ഥ താല്പര്യത്താലല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ വർഷം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞ മാസം തന്നെ ഇവിടുത്തെ മഠത്തിലെ കിണറ്റിലെ വെള്ളം തന്നെ വറ്റും അടിയായി, പ്രശ്നമാവും, മോട്ടർ അടിച്ചാൽ പ്രത്യേകിച്ചും വേഗം വറ്റും എന്നുള്ള സമയം വന്നു. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോടൊന്ന് പറഞ്ഞു, വെള്ളം ഇല്ലാതെ വരുത്തുമോ? ഇപ്പം ആഴ്ചയിൽ ഒരു മഴയെങ്കിലും പെയ്യുന്നുണ്ട്, വെള്ളം ഒരു 2 കോലെങ്കിലും കിണറ്റിൽ വെള്ളം കൂടിയിട്ടുണ്ട്. ഇല്ലാത്ത സ്രോതസ് ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിടുക? യജ്ഞഭാവന സഹിതമായിട്ട് എവിടെ ഒരു കർമ്മം നടക്കുന്നോ അവിടെ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം ജലം വർഷിച്ചു കൊണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ കാരണം നമ്മുടെ ജീവൻ്റെയൊക്കെ നിലനിൽപ്പ് ജലത്തിലാണ്, ഭഗവാന്റെ നിലനിൽപ്പും ജലത്തിലാണ്. നാരായണൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ 1/2 ഭാഗം ജലമുണ്ട്, ജലത്തിലെ രസത്തിലാണ് ജീവൻ നിൽക്കുന്നത്. ആ ജീവനെ എടുത്ത് പുറത്തിട്ടാൽ അത് പടഞ്ഞും ഇല്ലാതെയാകും, ശരീരം ത്യജിച്ചു പോവും. അതിൻ്റെ പ്രോസസ്സാണ് മത്സ്യാവതാരത്തിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ ജീവന്റെ നിലനിൽപ്പും പോക്കും വരവും ഒക്കെ ജലത്തിലാണെന്നർത്ഥം. ഹ്യൂമിഡിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. അത് തീരെ ഇല്ലാതെ ആയാലോ ഈ യജ്ഞകർമ്മം ചലിക്കാതെയാവും. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും എത്ര കലിയുഗമായാലും മനുഷ്യൻ ഇത്ര വികൃതി കാണിച്ചിട്ട് പ്രകൃതി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആണ്, നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുന്നതുകൊണ്ടെന്നൊക്കെ എല്ലാവരും ചിന്തിക്കാനും പറയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ശുദ്ധി വരുന്നില്ല. അതുകൊണ്ട് കാലം തെറ്റിയൊക്കെ മഴ പെയ്യുന്നുണ്ടല്ലോ, കാലം തെറ്റിയിട്ടാണെങ്കിലും ജലം വർഷിക്കുന്നുണ്ടല്ലോ, നമ്മുടെ അടുത്ത തലമുറ ജനിക്കുന്നുണ്ടല്ലോ.
അപ്പൊ ഈ പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് തന്നെ ഈശ്വരൻ സഹയജ്ഞ ഭാവന എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് നശിപ്പിച്ച് കളയാൻ സമ്മതിക്കില്ല എന്നർത്ഥം. ഈശ്വരൻ്റെ സഹയജ്ഞ ഭാവന സഹിതമായിട്ടാണ് ഈ സൃഷ്ടിയുടെ പ്രോസസ്സ് പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇതിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മപ്രജാപതിയാണ്. അപ്പോൾ സഹയജ്ഞ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും ഈ യജ്ഞത്തിൽ തന്നെയാണ് ബ്രഹ്മസ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്നു എന്ത്? യജ്ഞകർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. കർമ്മം ബ്രഹ്മാവിൽ നിന്നുണ്ടാകുന്നു. അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമാകുമ്പോഴാണ് സൃഷ്ടിയുടെ വ്യവഹാരം തുടങ്ങുന്നത്. ആ സൃഷ്ടിയുടെ വ്യവഹാരത്തെ കർമ്മം എന്ന് പറയുന്നു. ഇതാണ് 15 ശ്ലോകങ്ങൾ. ഇനി ഇതിലെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ധ്യാനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് പിന്നെ ഈ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ഒക്കെ ചോദിക്കാം, പറയാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. ഈ മഴയുടെ പ്രോസസ്സ് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കാം. ഭ്രൂമധ്യത്തിൽ മറ്റ് ചിന്തകളെല്ലാം ഉപേക്ഷിക്കുക. ഒരു 5 പ്രാവശ്യം സാധാരണഗതിയിൽ ശ്വാസം എടുത്ത് വിടുക. എടുക്കുന്നത് ഇരട്ടി സമയം കൊണ്ട്, എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ വിടണം. അപ്പൊ കണ്ണുകൾ അടയ്ക്കുക, ചിന്മുദ്രയിലിരിക്കുക. പോഴ്സൊന്നും ഇല്ലാതെ തന്നെ ശ്വാസം എടുക്കുക. ഭ്രൂമധ്യത്തിൽ മാത്രം മനസ്സിന്റെ ശ്രദ്ധ. ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നിശ്വാസവായുവിനെ വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം സാവകാശം. ഇനി കൈകൾ തൊഴുതു പിടിക്കുക. പഞ്ചപ്രണവം. ഈ പ്രണവമന്ത്രം ജപിക്കുമ്പം ശ്വാസം എടുത്തിട്ട് ജപിക്കുമ്പോൾ പകുതി ശ്വാസം വായ്ക്കട വിടുക, ഓം എന്നുള്ള ശബ്ദം വരുമ്പോൾ. പിന്നെ വായ അടയ്ക്കുക. പിന്നെ എന്നുള്ള മോളലാണ് വരേണ്ടത്. അതിൻ്റെ പ്രഷർ കൊണ്ട് ബ്രെയിനിലേക്ക് അതിൻ്റെ ചലനം കയറുന്ന, വൈബ്രേഷൻ കയറുന്ന നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ വേണം പഞ്ചപ്രണവം ജപിക്കാൻ. ആദ്യത്തെ 3 പ്രണവം ഉയർന്നു വരുന്ന പിച്ചിലും പിന്നത്തെ 2 പ്രണവം താഴ്ന്നു വരുന്ന പിച്ചിലും വേണം ജപിക്കാൻ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ രണ്ടും പുറകോട്ട് കെട്ടുക. തല കുമ്പിട്ട് ഗുരുപ്രണാമം. അർപ്പണ്യദോഷോപഗത സ്വഭാവകമൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതകശ്രേയസ്യാനിശ്ചിതം രോഗിതന്മേ ശിഷ്യസ്യേഹം ഛാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്വാസമെടുത്തുകൊണ്ട് നിവർന്നിരിക്കുക. കൈകൾ 3 പ്രാവശ്യം കൂട്ടിത്തിരുമാ. ആ ചൂട് കണ്ണുകൾ നേരിട്ട് തൊടാതെ പകർന്നു നൽകുക.
ആ കൈകൾ കൊണ്ട് ശരീരവും ശിരസ്സും മുഖവും ഒക്കെ തലോടിക്കൊണ്ട് ചിന്മുദ്രയിലേക്ക് തന്നെ മടങ്ങി വരിക. പതുക്കെ പതുക്കെ കണ്ണുകൾ തുറക്കുക.